ഓക്കെ. അപ്പൊ നമ്മളങ്ങനെ തുടങ്ങിയാണ്. നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോന്ന് അറിയില്ല. ഇപ്പൊ നിലവില് മഴയുണ്ട്. ഞാൻ ഇപ്പൊ മഴ പെയ്യുന്നുണ്ടോന്ന് അറിയില്ല. ഏറ്റവും കേരള- മഴ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ. മഴ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. കഴിഞ്ഞ പ്രാവശ്യം നമ്മള് വളരെ സജീവമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് നിങ്ങളൊക്കെ പറയണ്ടായിരുന്നു. ഞാൻ ഉദ്ദേശിച്ചതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായെന്നാണ് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം കേട്ടത് എന്തെങ്കിലും ആരുടെയും മനസ്സിൽ റിഫ്ലക്ഷൻ ആയിട്ടോ ചിന്തയായിട്ടോ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ തലങ്ങളിലോ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ മനസ്സിലാക്കി ഉണ്ടെങ്കിൽ ആർക്കുവേണമെങ്കിലൊക്കെ പറയാം. എന്നിട്ട് ഒന്ന് ഞാൻ തുടങ്ങാം. ഞാനൊരു 6, 9, 10ഓളം ദമ്പതികളുടെ വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ട്. നമ്മളൊരു 61 പേര് ഉണ്ട് താനും. യെസ്, കുറച്ച് പേര് ലൈറ്റ് ഇട്ട പോലെയൊക്കെ ഓൺ ആക്കിയിട്ടുണ്ട്. താങ്ക് യു. കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ആരെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമോ? നിങ്ങൾക്ക് ഓർമ്മയിലൊക്കെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയാണ്. ജസ്റ്റ് പരിശീലനം പോലെ. നമ്മളിത് പരിശീലനം കൂടിയാണല്ലോ. ഈ ബൈബിള് പഠിക്കുക, അത് ജീവിതാനുഭവങ്ങളായിട്ട് കോർത്തിണക്കി പോവുക നല്ലതാണ്. നിങ്ങൾ ഇൻട്രസ്റ്റ് കാണിക്കുന്നത് കൊണ്ടാണ് എനിക്ക് സന്തോഷം തോന്നുന്നതും. യൂണിറ്റ് വിസിറ്റിനൊക്കെ വന്നപ്പോൾ പലരും അത് അഭിപ്രായപ്പെടുകയുണ്ടായിരുന്നു. ഞങ്ങൾക്കത് ഉപകാരപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ നിന്ന് പരിചയപ്പെടാനും ആഴത്തിലേക്ക് ഇറങ്ങാനൊക്കെ. ഓക്കെ. ആന്റണി ഷൈനി പറയുന്നതാണോ? ഓക്കെ. തിന്മകളെ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്നും ഏതാണ് ലഘുവായ തിന്മ, അതിനെ നമ്മൾ സ്വീകരിക്കണം. ദൈവത്തിന്റെ ഇഷ്ടം നിറവേറണമെങ്കിൽ നാം എങ്ങനെയൊക്കെ ആയിത്തീരണം, എന്താ അതിനെ കുറിച്ചൊക്കെയാണ് അച്ഛൻ പറഞ്ഞത്. അപ്പൊ ലെസ്സർ ഈവിൾ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. ലെസ്സർ ഈവിൾ, ലഘുവായ തിന്മ. 2 തിന്മകൾ വരുമ്പോൾ നമ്മൾ എന്തായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്? എനിക്ക് അതൊരു ഈ വൈ എന്ന് എഴുതണ പോലെ വൈ നമ്മളിങ്ങനെ ചെല്ലുന്നു, ഇരുവശത്തേക്ക് തിരിയുന്നു. അപ്പൊ എനിക്ക് ഏതിലെ പോകണം? അപ്പൊ അങ്ങനെ വരുന്ന സന്നിഗ്ധാവസ്ഥകള്, സംഘർഷങ്ങള്, അവിടേക്ക് ഒരു പക്ഷെ ചിലപ്പോഴെങ്കിലും നമുക്ക് ഈ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് വരട്ടെ. അതായത് ലെസ്സർ ഈവിൾ. അതേസമയം ഒരു നന്മയും തിന്മയാണെങ്കിൽ തീർച്ചയായിട്ടും നന്മയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്നും നമ്മൾ പറയുകയുണ്ടായി. വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും കൂട്ടിച്ചേർക്കണമെങ്കിൽ ചേർക്കാം. ഓർമ്മയിലുള്ളത് കൊണ്ടാണ് നിങ്ങളുടെയൊക്കെ. ഞാൻ എത്ര താഴ്ന്നു പോയാലും ദൈവം എന്നെ രക്ഷിക്കും എന്നൊരു ഒരു അഷുറൻസ് കിട്ടുന്നു അല്ലെ? ശരിക്കും ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ദൈവം ബൈബിൾ എത്രമാത്രം ചേർത്ത് പിടിക്കേണ്ടെന്നുള്ളതാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ടവർ അല്ലെങ്കിൽ നമ്മൾ വിളുമ്പിലേക്ക് മാറ്റി നിർത്തപ്പെട്ടവരെ എന്നൊക്കെ. അപ്പൊ അത് ബൈബിളിന്റെ ഒരു യാഥാർത്ഥ്യമാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയൊക്കെ ദൈവം ചേർത്ത് പിടിക്കുന്നു എന്നുള്ളത് സുവിശേഷങ്ങൾ അതിന്റെ ഒരു പൂർത്തീകരണവും കൂടിയാണ്. ഓക്കെ. വേറെ ഏതെങ്കിലും ചിന്തകൾ ഉണ്ടെങ്കിൽ പറയാനില്ലെങ്കിൽ ഞാൻ ഇന്നത്തെ ഒരു വിഷയത്തിലേക്ക് പോവുകയാണ്. സഹനങ്ങളിലൂടെ ദൈവത്തെ കണ്ടെത്തുക. ഒന്നുകൂടി നിർത്തി പറയാം, കേട്ടില്ല. സഹനങ്ങളിലൂടെയും ദൈവത്തെ കണ്ടെത്തുക. സഹനാനുഭവങ്ങൾ ദൈവാനുഭവത്തിന് കാരണമാകുന്നുണ്ട്. ഓക്കെ. തീർച്ചയായിട്ടും അതാണല്ലോ കുരിശിന്റെ മഹത്വം അല്ലെങ്കിൽ എന്നൊക്കെ പറയും. ഓക്കെ. നമ്മളപ്പോ ഇന്നത്തെ വചനഭാഗത്തേക്ക് പോവുകയാണ്. നമ്മൾ കഴിഞ്ഞ മാസം എടുത്തത് ജോഷുവ 2 അത് എന്തിനു വേണ്ടിയാണ് അവര് റാഹാബിന്റെ അരികിലൊക്കെ ചെന്നത്? ജെറീക്കോ പട്ടണം കീഴടക്കാൻ വേണ്ടിയായിരുന്നു. അപ്പൊ എങ്ങനെ അവർ കീഴടക്കി എന്നുള്ളതൊക്കെയാണ് പിന്നീട് വരുന്നത്. അപ്പൊ 6-ാം അധ്യായത്തിലേക്ക് എത്തുമ്പോൾ ജെറീക്കോയുടെ പതനം പൂർത്തിയാവുന്നു. അവര് ജെറീക്കോ കീഴടക്കി. അതിനുശേഷമുള്ള ഒരു സംഭവമാണ്, ഒരു വ്യക്തിയായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. ആ വ്യക്തിയുടെ ഒരു തെറ്റ് സമൂഹത്തെ മുഴുവൻ ബാധിച്ചതിന്റെ വിവരണമാണ് 7-ാം അധ്യായത്തിൽ കാണുന്നത്. ആഖാൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: തനിക്ക് ബലിയായി ദഹിപ്പിക്കേണ്ട ജെറീക്കോയിൽ നിന്ന് ഒന്നും എടുക്കരുത്. അത് ദൈവം ജോഷുവോട് പറഞ്ഞൊരു കൽപ്പനയായിരുന്നു. ജെറീക്കോ നിങ്ങൾ നശിപ്പിക്കുന്നു, അവിടെ നിറമുള്ളതും കാണാൻ കാഴ്ചയ്ക്ക് കൗതുകമുള്ളതും സന്തോഷം നൽകുന്നതും സുഖം നൽകുന്നതുമായ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാകും അല്ലെ? ഓരോ നഗരം കീഴടക്കി കഴിയുമ്പോ ഈ എന്താ പറയാ, അവർക്ക് പടയാളികൾക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. പഴയ യുദ്ധമുറകളൊക്കെ അങ്ങനെയാണ്. സ്ത്രീകളെ അവരെടുക്കും. നമുക്കറിയാം ഇപ്പൊ ഈ അടുത്തങ്ങാണ്ട് നമ്മുടെ ഇറാഖിലൊക്കെ ഈ താലിബാൻ ടീമുകൾ, മറ്റേ ISS ഒക്കെ വന്ന് കഴിഞ്ഞപ്പോ സ്ത്രീകളെയൊക്കെയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. അവരുടെ വസ്തുവായിട്ട്, ഉപഭോഗ വസ്തുവായിട്ടൊക്കെ എടുക്കുന്നതും
അപ്പോ ഈ പങ്കിട്ടെടുക്കുന്നത് എന്താണോ നഗരത്തിലൊക്കെ വിലപിടിപ്പുള്ളതെല്ലാം അവർക്ക് എടുക്കാം. പക്ഷെ ഇവിടെ ജോഷുവയോട് പറഞ്ഞ ജെറീക്കോ പട്ടണത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടാകും. കാരണം അതൊരു നല്ലൊരു സിവിലൈസ്ഡ് പട്ടണമാണ്. പക്ഷെ നിങ്ങൾ അതൊന്നും എടുക്കരുത്, അതെല്ലാം കത്തിച്ചു കളയണം എന്നാണ് നിർദ്ദേശം കൊടുത്തിരുന്നത്. പക്ഷെ ഇവിടെ പറയുന്നത് ഒന്നും എടുക്കരുതെന്ന് കർത്താവ് നൽകിയ കൽപ്പന ഇസ്രായേൽ ജനം ലംഘിച്ചു. ഇവിടെ പറയുന്നത് ജനം ലംഘിച്ചു എന്നാണ്, കളക്റ്റീവ് സെൻസിലാണ്. അല്ലാണ്ട് ഒരു വ്യക്തി ലംഘിച്ചു എന്നല്ല പറയണേ, ജനം ലംഘിച്ചു. അതിന് നമ്മൾ വായിച്ചു നോക്കുമ്പോ തൊട്ട് പിന്നാലെ വരും യൂദാ ഗോത്രം. അതായത് 12 ഗോത്രങ്ങളിൽ ഒന്നാണ് യൂദാ ഗോത്രം. ആ ഗോത്രത്തിലെ ഒരു കുലമാണ് സേര. സേര കുലത്തിൽപ്പെട്ട ഒരു കുടുംബമാണ് സബ്ദി. സബ്ദിയുടെ മകന്റെ മകൻ, അതായത് കാർമിയുടെ പുത്രനായ ആഖാനാണ് സത്യത്തിലെ നിഷിദ്ധ വസ്തുക്കൾ എടുത്തത്, അല്ലാതെ ആ സമൂഹം മുഴുവനല്ല. എന്നിട്ട് ജനം എന്ന് പറയണം, അവർ കളക്റ്റീവ് സെൻസിലേക്കാണ് വരുന്നത്. ഒരുവൻ ചെയ്ത പ്രവൃത്തിനെ എല്ലാവരെയും ബാധിക്കുന്നു എന്നാണ് അർത്ഥം. ഇവിടെ വിചിത്രമായി തോന്നിയത് ആ വിവരണം നോക്കി. ആഖാനെ പറ്റി വെറുതെ പറഞ്ഞാൽ മതി, പകരം ഇവിടെ പറയുന്നത് അവന്റെ ഗോത്രം പറയും, യൂദാ ഗോത്രം. ആ ഗോത്രത്തിലെ ഒരു കുലത്തിൽ നിന്നൊരു കുടുംബം, കുടുംബത്തിൽ നിന്നൊരു അപ്പന്റെ മകൻ. സത്യം പറഞ്ഞ ഒരുവൻ ചെയ്ത ഒരു കുഞ്ഞു തെറ്റിന് അവന്റെ വംശം മുഴുവൻ അതിന്റെ ഭാഗമായിട്ട് മാറി. ഇനിയിപ്പോ ഈ ബൈബിൾ എഴുതി വെച്ചേക്കാണ്. നമ്മൾ വായിക്കുമ്പോ ഇവൻ ചെയ്തൊരു കുഞ്ഞു പാപത്തിന് അല്ലെങ്കിൽ വലിയ പാപത്തിന് അവർ മുഴുവൻ ഉത്തരവാദികളായിട്ട് മാറുന്നു, അല്ലെങ്കിൽ അവരുടെ പേരും അതിനോടൊപ്പം പോരുന്നു. നന്മ ചെയ്തിരുന്നെങ്കിലോ തീർച്ചയായിട്ടും അവരുടെ പേരിലേക്ക് പോന്നേനെ. ഇത് നമുക്ക് നൽകുന്ന ഒരു പാഠം എന്താണ്? നമ്മൾ ചെയ്യുന്ന നന്മയും തിന്മയും ഒക്കെ നമ്മളെ മാത്രമല്ല ബാധിക്കുന്നത്, സത്യമായിട്ട് നമ്മുടെ കുടുംബത്തെയും അത് ബാധിക്കുന്നുണ്ട്. ഇപ്പൊ ചില നാട്ടിലൊക്കെ ചെല്ലുമ്പോ മുത്തപ്പാപ്പന് കിട്ടിയ പേരാണ് ഇപ്പോഴും തലമുറകളായിട്ട് കൈമാറി പോകുന്നത്. ചില വീടുകളുടെ കളിപ്പേരുകള് നോക്കി, അവരപ്പൂപ്പന് കിട്ടിയ അല്ലെങ്കിൽ ആടിനെ മോഷ്ടിച്ചവൻ ഏത് മാമർ, എത്രയോ തലമുറകൾക്കും, പക്ഷെ ഇപ്പോഴും അവരെ ഈ മോഷ്ടാവ് എന്ന പേര് തന്നെ അത് അറിയപ്പെടുന്ന രീതിയിൽ. അപ്പൊ ഇത് വലിയൊരു തുറവിയാണ്, അല്ലെങ്കിൽ നമ്മളോട് തുറന്നു പറയുന്ന ഒരു സംഭവമാണ്. നമ്മൾ ചെയ്യുന്ന നന്മയാവട്ടെ തിന്മയാവട്ടെ അതിന്റെ അനുരണനങ്ങള് അല്ലെങ്കിൽ അതിന്റെ വ്യാപനം അടുത്ത തലമുറകളിലേക്കും ഒക്കെ കടന്നു പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ ആരും ഇവിടെ നിന്ന് വെറുതെ മരിച്ചു പോകുന്നില്ല. ഞാൻ ഇന്ന് ചെയ്യുന്നത് എന്റെ കഴിഞ്ഞ തലമുറകളിലേക്കും വരാനിരിക്കുന്ന തലമുറകളിലേക്കും വ്യാപിപ്പിക്കുന്നു എന്നാണ് അർത്ഥം. ഇവിടെ ചിന്തിക്കേണ്ടത്, എന്റെ കഴിഞ്ഞ കാലത്ത് എന്റെ കുടുംബത്തിന്റെ പാരമ്പര്യം മഹത്വമുള്ളതാണോ നാട്ടുകാരുടെ മുമ്പിൽ? എന്റെ പൂർവികര് തുടങ്ങിയുള്ളതാകാം. ഇനി എന്റെ ഇപ്പോഴത്തെ ജീവിതശൈലി ആണെങ്കിൽ എന്റെ പിന്നാലെ വരുന്ന എന്റെ അടുത്ത തലമുറകൾക്ക് എന്നെ ഓർത്ത് അഭിമാനിക്കാനായിട്ട് പറ്റുമോ? ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതായത് നമ്മളിപ്പോ എന്താണോ ചെയ്യുന്നത്, നമ്മുടെ രീതികള്, നമ്മുടെ സംസ്കാരം, നമ്മുടെ തൊഴില്, നമ്മുടെ പ്രവർത്തികള്, വാക്കുകള്, ഇടപെടലുകള്, ഇതെല്ലാം ദൂരവ്യാപകമായ ഇഫക്റ്റ് അതിനെ കൊണ്ടുവരുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ NCC ദമ്പതികൾ എന്ന രീതിയിൽ ചിന്തിച്ചു നോക്കിയേ. ഒരുപക്ഷെ അടുത്ത തലമുറകളിൽ ഇങ്ങനെ പറയായിരിക്കാം, എൻ്റെ അപ്പൂപ്പൻ അമ്മൂമ്മ ഒക്കെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അവര് ബാഡ്ജ് കുത്തിയൊക്കെ ഇങ്ങനെ നടക്കുമായിരുന്നു, വീടുകൾ കയറി നടക്കുമായിരുന്നു, അങ്ങനെ ദാമ്പത്യ മോഷണത്തിനൊക്കെ പോകുമായിരുന്നു. ഒരുപക്ഷെ അതിന്റെ നന്മയായിരിക്കാം ഇങ്ങനെ കിട്ടിയതെന്ന്. ഓക്കെ, ഞാൻ ഓർക്കുന്ന ഈ പുരോഹിത വർഷം ഉണ്ടായി 2009. അപ്പൊ ഒരച്ഛൻ പറഞ്ഞ പ്രസംഗം ഞാൻ ഓർക്കുകയാണ്. നിങ്ങളുടെ ഇടവകയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നില്ലേ, നിത്യപുരോഹിതനായ ഈശോ, ദാസരായ വൈദികരെ ഞങ്ങളുടെ ഇടവകയിൽ ഞങ്ങൾക്ക് നൽകണമേ നൽകണമേ നൽകണമേ. ഒരുപക്ഷെ അതിന്റെ ഒരു ഉത്തരമാണ് ഒരുപാട് പേരുടെ കണ്ണുനീര്, അതിന്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ടായിരിക്കും ഒരു ഇടവകയിൽ ഒരു വൈദികൻ രൂപം കൊള്ളുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ആ കുടുംബത്തിന്റെ മാത്രം മെറിറ്റോ ക്രെഡിറ്റോ അല്ല, മറിച്ച് ആ ഇടവകജനം മുഴുവൻ ഒരു വൈദികന് വേണ്ടി കുർബാന കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പൊ അത് എല്ലാവർക്കും അവകാശപ്പെടാന്നൊക്കെ പറയുന്നത് പോലെ നിങ്ങളുടെ കുടുംബത്തിന്റെ ചില നന്മകള്, ശീലങ്ങള് എപ്രകാരം നിങ്ങളുടെ അടുത്ത തലമുറയെ ബാധിക്കും. അപ്പൊ നിങ്ങളൊന്ന് പരസ്പരം സംസാരിക്കാൻ പോവുകയാണ്. ഇപ്പൊ നിലവിൽ നമ്മുടെ ഈ പോക്ക് പോയാല് നമ്മുടെ അടുത്ത തലമുറകൾ ഹാപ്പി ആയിട്ട് നമ്മളെ പറ്റി പറയോ, അതെയോ ദൈവമേ എന്ന രീതിയിൽ പറയോ? ഇങ്ങനെയൊക്കെ ഞങ്ങളെ ഒപ്പിച്ചു വെച്ചിട്ട് കുറെ ടീമുകൾ മണ്ണടിഞ്ഞു പോയിട്ടുണ്ട്. എല്ലാ വർഷം ആണ്ടും സംക്രാന്തിയൊക്കെ ആഘോഷിക്കാൻ മാതിരി. അതെയോ, ചിലപ്പോ കണ്ടില്ല ചിലവരുടെയൊക്കെ അപ്പൂപ്പന്റെ അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദറിന്റെ 50ാം മരണവാർഷികം ആഘോഷിക്കുന്നവരൊക്കെയാണ് ശ്രാദ്ധമായിട്ടൊക്കെ.
ചിലരുടെ ഓർമ്മകളൊക്കെ നല്ലതാണ്. ഓക്കെ, ചിലവരുടെ അങ്ങനെയല്ല. ഒന്ന് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ചു നമുക്ക്. നിങ്ങളുടെ ദമ്പതി എന്ന രീതിയിലുള്ള പ്രവർത്തനം, നിങ്ങളുടെ കുടുംബത്തിന്റെ ചില മൂല്യങ്ങള്, നിങ്ങളുടെ തന്നെ നിലപാടുകള് നിങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് അഭിമാനിക്കാനുള്ള കാരണമാകോ, അതെയോ ഇതേപോലെ ഇങ്ങനെ ആ കുടുംബത്തിന്റെ പേര് പറഞ്ഞിട്ട് ഇന്ന നാട്ടിൽ ജീവിച്ചിരുന്ന അവരിവർ ഇങ്ങനത്തേതായിരുന്നു എന്നുള്ള രീതിയിൽ പറയുന്നു. ഓക്കെ, ഇവർക്ക് സംസാരിച്ചോളൂ. വീഡിയോ ഓണാക്കിയ ചെയ്യുന്നവരൊക്കെ സംസാരിക്കുന്നുണ്ട്. ബാക്കിയുള്ളവരെ എന്താണോ ചെയ്യണേ? ഓക്കെ, ഒന്ന് ആരെങ്കിലൊക്കെ ഒന്ന് പറഞ്ഞു നോക്കിയേ നിങ്ങളുടെ അവസ്ഥ. നിങ്ങൾക്ക് തന്നെ ഒരു ആത്മവിശ്വാസം നൽകുന്നുണ്ടോ? ഒരു എന്താ പറയാ, ഒരു അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ വഴിയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ട് നിങ്ങളെ പറ്റി നാട്ടുകാർ പറയുന്നതൊക്കെ? പറ്റുന്നത് പറഞ്ഞാൽ മതി കേട്ടോ. ഇനി അത് പരത്തി പറഞ്ഞ് നാട്ടുകാരോട് അറിയിക്കണ്ട. ഞങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് തോന്നുന്നുണ്ട് അച്ഛാ. കാരണം അടുത്ത തലമുറയ്ക്ക് എന്തെങ്കിലും കൈമാറാനായിട്ട് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടല്ലോ എന്നുള്ള ഒരു തോന്നലുണ്ട്. എത്ര ലക്ഷമൊക്കെ ഉണ്ടാവും? ലക്ഷങ്ങളല്ല, നമുക്ക് കൈമാറാനുള്ള ദൈവിക അനുഭവങ്ങള്, MCC-യിലൂടെ കടന്നുപോയ അനുഭവങ്ങള്, MCC മാത്രമല്ല കേട്ടോ, ഞാൻ MCC മാത്രമല്ല കേട്ടോ പറയണേ. എനിത്തിങ് നിങ്ങളുടെ ഇൻവോൾവ്മെന്റ് അങ്ങനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പറഞ്ഞോളൂ. പിന്നെ ആർക്കെങ്കിലും? അപ്പൊ മാത്യു ജെയിൻ, സിസി മാത്യു ജെയിൻ. പറഞ്ഞോ. അപ്പൊ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അച്ഛന്റെ ചോദ്യം വന്നപ്പോ തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി നിന്ന് ആലോചിച്ച് പറഞ്ഞേ. മൂത്ത മകളുടെ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായി, മകന്റെ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായി. അപ്പൊ അവര് തമാശക്കല്ല പറഞ്ഞെന്നുള്ളത് ഞങ്ങൾക്ക് ഒരു മീറ്റിംഗിൽ വെച്ചാണ് മനസ്സിലായത്. അവര് പറഞ്ഞു ഞങ്ങളുടെ റോൾ മോഡല് ഇവരാണ് എന്ന് പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് വളരെ അഭിമാനം തോന്നി. കാരണം ഞങ്ങള് അങ്ങനെ പിള്ളേരോട് പെരുമാറിയിട്ടുള്ളൂ. കാരണം ചെറുപ്പം തൊട്ടേ അവർക്ക് സ്വാതന്ത്ര്യവും അവര് പറയാനുള്ളത് കേൾക്കുകയും അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങളങ്ങനെ ഒന്നിച്ചാണ് അങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ എന്ത് ചെറിയ കാര്യങ്ങളാണെങ്കിലും കോളേജില് അവിടെ നടക്കുന്ന കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ഒരു സാഹചര്യം വീട്ടിലുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതം ഞങ്ങൾക്ക് ഉറപ്പുണ്ട് നല്ലൊരു മോഡലായിട്ടാണ് ഞങ്ങളുടെ പിള്ളേരുടെ മുമ്പിൽ. ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഒക്കെ അനുഗ്രഹങ്ങൾ എപ്പോഴും മക്കൾക്ക് അതിന്റെ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് അവര് പറയും. അവരുടെ ജോലിയിലും ഒക്കെ ആയിട്ടൊക്കെ അങ്ങനെ പറയാറുണ്ട്. അഭിനന്ദനങ്ങൾ. ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളുടെ രീതികൾ വീട്ടിലെ മാത്രമല്ല, നിങ്ങൾ നാട്ടുകാർ പറയുന്നതൊക്കെയാണ് കേട്ടോ. പിള്ളേര് നാട്ടില് വലിയ മോശമായ അഭിപ്രായമൊന്നുമില്ല, നല്ല അഭിപ്രായം. ഓക്കെ, കുഴപ്പമില്ല. മറ്റുള്ളവരോടും പറയുമ്പോഴേ അതെ, അതായത് നമ്മളെ പറ്റി ഇങ്ങനെ പറയില്ലേ, ഓ പിന്നെ അത് ഇത്. അതായത് ഒരു ആത്മപരിശോധനയ്ക്കാണ് ഇതിപ്പോ. നമ്മൾ കൊട്ടിഘോഷിച്ച് പറയേണ്ട കാര്യമുള്ള കാര്യമല്ല. ഒരു റിഫൈൻ, നിങ്ങളോടല്ല ഞാൻ പൊതുവായിട്ട് പറയുന്നത്, ഒരു റിഫൈൻമെന്റിന് വേണ്ടിയാണ് പറയുന്നത്. സത്യത്തില് എത്ര അഭിമാനിക്കാൻ ഉതകുന്നതായിരിക്കും. ചില കാരണന്മാര് മൂല്യങ്ങളുള്ള ഒരു ലൈഫ് അല്ലെങ്കിൽ ഒരു മാതൃക അവശേഷിപ്പിച്ചിട്ട് പോകും. നീതിബോധം, സത്യസന്ധത, ഇടവകയില് സജീവ പ്രവർത്തനങ്ങള്, അല്ലെങ്കിൽ നിലപാടുകള്, ഇങ്ങനെയുള്ള അല്ലെങ്കിൽ നന്മ ചെയ്യുന്ന മനുഷ്യര്, ഇതൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ നന്മകളായിട്ട് അവശേഷിപ്പിക്കുന്നത്. ഓക്കെ, വേറെ ആർക്കെങ്കിലും കൂടി, ഒരാൾക്കും കൂടി പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ നിങ്ങൾ വിടാം. ആരെങ്കിലും ഉണ്ടോ? നമ്മളൊരു 78ഓളം പേരാണ് ഇവിടെ ഉള്ളത്. ആരെങ്കിലും ഉണ്ടോ? വേലംവിളി 1, ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ 2, 3. ഓക്കെ, തൃപ്തിയായി. ഓക്കെ, ഇത് നിങ്ങളൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് മതി കേട്ടോ. നമ്മളെല്ലാവരും ഇവാലുവേറ്റ് ചെയ്യുന്നതാണ്. നമ്മളിപ്പോ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഇവാലുവേഷൻ തീർച്ചയായിട്ടും നല്ലതാണ്. രണ്ടാമത്തെ ഒരു കാര്യം ഇവിടെ അടുത്തത് വരുന്നത്, ഈ കർത്താവിന്റെ കോപം ജ്വലിച്ചു എന്നുള്ളതാണ്. അതായത് ഇവൻ വസ്തുക്കളിൽ നിന്ന് ചിലതൊക്കെ എടുത്തതുകൊണ്ട് കർത്താവിന്റെ കോപം ജ്വലിച്ചു. അതായത് കോപിക്കുന്ന ഒരു ദൈവം. നമ്മൾ വെറും ദേഷ്യം എന്നല്ല ഇവിടെ പറയണത്. ഇവിടെ പറയുന്നത് റേജ് എന്നൊരു വാക്കാണ് ഉപയോഗിക്കുന്നത്. കോപം എന്നുള്ളത് പ്രതികാര ചിന്ത കൂടിയാണ്. ഇപ്പൊ ദൈവത്തിന് ഒരു നെഗറ്റീവ് സെൻസിലാണ് അവതരിപ്പിക്കുന്നത്. ദൈവത്തിന്റെ കോപം അത് ഡിസ്ട്രക്റ്റീവ് ആണ്. നമ്മൾ ദുർവാസാവിനെ പറ്റിയൊക്കെ പറയില്ലേ,
ഭാരത പുരാണങ്ങളിൽ ദുർവാസാവിന്റെ കോപം അത് ശമിപ്പിക്കണമെങ്കിൽ അല്ലെ അല്ലെ ചിലർക്ക് കോപമൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും കൊടുത്താൽ മതി, ഇച്ചിരി ഭക്ഷണം എന്തെങ്കിലും കൊടുത്താൽ അവരുടെ കോപമൊക്കെ മാറും, അല്ലെങ്കിൽ എന്തെങ്കിലും സുഖങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കോപം മാറും, അങ്ങനെയൊക്കെ ഉണ്ട്. ഇവിടെ ദൈവത്തിന്റെ കോപം ജ്വലിക്കാൻ കാരണം എന്തായിരിക്കും? ഒന്നാമത്തെ കാരണം ദൈവം അവരോട് പറഞ്ഞിരുന്നു. 6-ാം അധ്യായം 18 നമ്മൾ കാണുന്നുണ്ട്. 17-18 പട്ടണവും അതിലുള്ള സമസ്തവും കർത്താവിന് കാഴ്ചയായി നശിപ്പിക്കപ്പെടേണ്ടതാണ്. നശിപ്പിക്കപ്പെട്ട ഈ പട്ടണത്തിൽ നിങ്ങൾ ഒന്നും എടുക്കരുത്. അങ്ങനെ ചെയ്താൽ ഇസ്രായേൽ പാളയത്തിന് നാശവും അനർത്ഥവും സംഭവിക്കും. എന്നാൽ വെള്ളിയും സ്വർണവും പിച്ചളയും ഇരുമ്പ് കൊണ്ട് നിർമ്മിതമായ പാത്രങ്ങൾ കർത്താവിന് വിശുദ്ധമാണ്, അത് കർത്താവിന്റെ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കണം. ഇതാണ് അവർക്ക് കൊടുത്ത കൽപ്പന. ഓക്കെ, പക്ഷെ ഇവിടെ സംഭവിച്ചത് ഈ ആക്കാൻ അതിനെ വയലേറ്റ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവിന്റെ കോപം അവരുടെ മേൽ പതിച്ചത്. ഇനി എന്തുകൊണ്ടാണ് ഇതൊന്നും എടുക്കരുതെന്നൊക്കെ പറഞ്ഞത്, നിഷിദ്ധമാണെന്ന് പറഞ്ഞത്? ഇതിന്റെ കാരണം ഇത്രയേ ഉള്ളൂ. ഈ കാനാൻ ദേശത്തെ ദൈവം ബാൽ ദൈവം ഒക്കെയാണ്. ബാൽ എന്ന ദൈവം, അതുപോലെ തന്നെ വേറെയും ദൈവങ്ങളുണ്ട്, അഷേർ എന്നൊക്കെ പറഞ്ഞ ദൈവങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം ദേവന്മാർക്ക് അർപ്പിച്ചതാണ്, ദേവന്മാർക്ക് പ്രതിഷ്ഠിച്ചതാണ്. അതിനാൽ അവയെല്ലാം അശുദ്ധമാണ്. അതുകൊണ്ടാണ് ഇവയൊന്നും എടുക്കരുത്. അപ്പൊ ഇവരാകട്ടെ ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്ത വിശുദ്ധ ജനമാണ്. വിശുദ്ധ ജനത്തിന് ഈ അശുദ്ധമായവ സ്പർശിച്ചാൽ അവർ മലിനമാക്കപ്പെടും. അപ്പോൾ അവർ വയലേറ്റ് ചെയ്യുന്നത് ദൈവമായിട്ടുള്ള ഉടമ്പടിയാണ്. ഞാൻ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് വിശുദ്ധ ജനമായിരിക്കും, ഞാൻ നിങ്ങളുടെ ദൈവം. ദൈവത്തിന്റെ സ്വഭാവം പരിശുദ്ധിയാണ്. അതുകൊണ്ടാണ് നമ്മൾ പരിശുദ്ധനായ ദൈവം എന്നൊക്കെ പറയുന്നത്. ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, എവിടെയാ വാക്കുകളുണ്ട്. അപ്പോ ഇവിടെ സംഭവിച്ചത് ഈ അശുദ്ധിയിലേക്ക് ഇവർ പങ്കാളികളാകുന്നു എന്നുള്ളത്. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം നശിപ്പിക്കണമെന്നും ഈ വിലപിടിപ്പുള്ളത് ഇവിടെ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കാൻ എന്ന് പറയുന്നത്. ഞാൻ അതുകൊണ്ട് നിങ്ങളോട് ഒരു പ്രശ്നം ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഈ കുമ്പസാരങ്ങളിലൊക്കെ പറഞ്ഞു കേൾക്കുന്ന ഒരു സാധനമാണ് ഇങ്ങനെ അമ്പലത്തിൽ പോയി അമ്പലത്തിൽ കാഴ്ചവെച്ചതൊക്കെ കഴിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ പേര് വരുന്നതാണ്. നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവുമല്ലോ. പ്രത്യേകിച്ച് നമുക്ക് ഈ ധ്യാനകേന്ദ്ര ആത്മീയതയിലേക്ക് കയറുമ്പോൾ അതൊന്നും കൂടി പൂർത്തിയാവും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഒരു കുറ്റബോധവും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ നിഷിദ്ധ വസ്തുക്കളാണ് കേട്ടോ, നിഷിദ്ധ വസ്തുക്കൾ. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ 1 കൊറിന്തോസ് 10:28 നമ്മളത് കാണുന്നുണ്ട്. അന്യദേവന്മാർക്ക് അർപ്പിച്ചത് ഭക്ഷിക്കരുത് എന്നൊക്കെ പറയും. നിങ്ങൾക്ക് തരുന്ന ആളുടെ മനസാക്ഷിയെ പ്രതി നിങ്ങൾ അത് കഴിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. കൊറിന്ത്യൻ കമ്മ്യൂണിറ്റിന്റെ ഒരു പ്രശ്നമാണ് പറയുന്നത്. ഈ അശുദ്ധി ശുദ്ധി എന്നുള്ള മാനദണ്ഡം വെച്ച് നോക്കുമ്പോൾ ഇതെല്ലാം ഒരു പ്രശ്നമാണ്. നമ്മൾ പുതിയ നിയമ ജനതയാണ്. അപ്പൊ നമ്മളുടെ മനോഭാവം എന്തായിരിക്കണം? പൗലോസ്ലീഹ പറയുന്നത് ഒരു പ്രത്യേക മാനസികാവസ്ഥയിലും കോണ്ടെക്സ്റ്റിലാണ് അത് പറയുന്നത്. ധ്യാനത്തിനും മറ്റു കോഴ്സിനും ഒക്കെ ഒരുക്കി കഴിയുമ്പോൾ കുമ്പസാരിക്കാൻ വരുമ്പോൾ മിക്ക കുമ്പസാരങ്ങളിലും ഒരു സാധനമായിരിക്കും. ഞാൻ അമ്പലത്തിൽ കൂട്ടുകാരുടെ വെറുതെ പോയി, അപ്പൊ പ്രസാദം തന്നപ്പോ കഴിച്ചു, അല്ലെങ്കിൽ ശബരിമലയ്ക്ക് വന്നിട്ട് ശേഷം അയൽപക്കക്കാര് ഇത് കൊണ്ട് തന്നു, അപ്പൊ അത് അരവണ പായസം അത് കഴിച്ചു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെയൊക്കെ നിലപാട്, നിങ്ങളുടെ മനസ്സിലുള്ള എന്താണെന്ന് വെച്ചാൽ പറയാം. ഇപ്പൊ ഈ സമയം നിങ്ങളുടെ ഒരു കൺക്ലൂഷൻ എന്താണെന്ന് ഞാൻ പറയും കേട്ടോ. എനിക്ക് നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം ഇത് ഡയറി ചെയ്ത് പറയാനായിട്ട്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്ക് എന്നെ തല്ലിക്കൊല്ലുമെന്ന് അറിയില്ല എനിക്ക്. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഇംപ്രഷൻ എന്താണ് ഇതിനെ പറ്റി എന്ന് പറഞ്ഞു നോക്കിയാൽ, നമ്മളെ വ്യത്യസ്ത മതവിഭാഗങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സംസ്കാരമാണ് സാഹചര്യം. ഓക്കെ, ഷീബ ടീച്ചർ വന്നാലും പറയാം. ജേക്കബ് ഷീബ പറഞ്ഞോളൂ. ഞാൻ BEd പഠിച്ചത് ഒരു NSS കോളേജിലാണ്. അപ്പൊ ഞാന് മൂത്ത മകന് പ്രഗ്നന്റ് ആയിരുന്നപ്പോ ഇവര് ഭയങ്കരമായിട്ട് അവിടെയുള്ള ഭക്ഷണം വെക്കുന്നവരൊക്കെ എല്ലാ ദിവസവും പൂജയ്ക്ക് പോകും. അമ്പലത്തിൽ പോയിട്ട് വരുമ്പോ എനിക്ക് പ്രസാദം തരുമായിരുന്നു. ഞാനത് കഴിക്കാറുണ്ടായിരുന്നു. എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ചിന്ത, നമ്മളത് അന്യദേവന്മാർക്ക് അർപ്പിച്ച ഒരു പൂജ്യ വസ്തുവാണെന്ന് കരുതി കഴിക്കുമ്പോഴാണ് അത് തെറ്റാകുന്നത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അത് ഇനി അങ്ങനെ അതല്ലാതെ ഒരു ഭക്ഷ്യപദാർത്ഥമായിട്ട് അത് ഒരു നല്ലൊരു ഭക്ഷ്യപദാർത്ഥമായിട്ട് അതിനെ സ്വീകരിക്കുമ്പോൾ അത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ കാഴ്ചപ്പാട് അതാണ്. ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല. ശരി. ഇനി ആരെങ്കിലൊക്കെ പറഞ്ഞോ? നിങ്ങളൊക്കെ ഇതൊക്കെ കൺഫ്രണ്ട് ചെയ്യുന്ന ആളുകളാണ് കേട്ടോ. കാര്യം പറയാനുണ്ട്. അതായത് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നമ്മളും നമ്മുടെ പള്ളിയിലെ ഔസേപിതാവിന്റെ നേർച്ചയൊക്കെ കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. അപ്പൊ അവര് നല്ല മാന്യമായിട്ട് മേടിച്ച് കഴിക്കാറുണ്ട്. അവര് ഇപ്പം ശബരിമലയിൽ നിന്നൊക്കെ കൊണ്ടുവരണ ഈ പ്രസാദം
നമ്മൾ കഴിക്കാണ്ടിരിക്കുമേ ഞാൻ മേടിച്ച് കഴിക്കാറുണ്ട്. നമ്മൾ മേടിച്ച് അവര് നമ്മുടെയും കഴിക്കണു, നമ്മൾ അവരുടെയും കഴിക്കണം. അവിടെ ശരിക്കും ഒരു നല്ല എന്താ പറയാ ഒരു നല്ല ഒരു ഐക്യത്തിന്റെ ഒരു മനോഭാവമാണ് അവിടെ സൃഷ്ടിക്കണേ. പക്ഷെ അവര് കൊണ്ടുവരുന്ന ചില സാധനങ്ങൾ ഈ ധ്യാനമൊക്കെ സ്ഥിരം കൂടിയിരിക്കുന്ന ചിലര് അത് കഴിക്കാറില്ല. അപ്പൊ വന്ന് എൻ്റെ അടുത്ത് അത് സംസാരിക്കാറുണ്ട്. കണ്ട ഞാൻ കഴിച്ചു, അതായത് ടീച്ചർ കഴിച്ചു, മറ്റുള്ളവർ അത് കഴിക്കണില്ല, അത് ഭയങ്കര അതൊരു ഇതാണ് കേട്ടോ, അത് മതത്തിന്റെ ഒരു സ്പർദ്ധയാണ് ഇവിടെ വരണത്, അങ്ങനെ ആവാൻ പാടില്ല എന്ന് അവര് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അവർക്ക് നമ്മളിത് മേടിച്ച് കഴിക്കുമ്പോൾ അവർക്ക് ഒരു വലിയൊരു സന്തോഷമാണ്, ഒരു ഐക്യത്തിന്റെ പ്രതീകമാണ് അവിടെ സംഭവിക്കണേ. മതമൈത്രി അല്ലേ? നമ്മൾ പോകുന്നില്ല അതിനകത്ത്. ഓക്കെ, അന്ന് അടുത്ത ആൾ ഇൻസൻ ചേട്ടനും ജസ്റ്റ് അവർ പറയാൻ പോയത്. അതായത് യേശു തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അച്ഛാ, അതായത് നിങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നതാണ് ഒരാളെ അശുദ്ധരാക്കുന്നത് എന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ ഭക്ഷ്യവസ്തുക്കളും ശുദ്ധിയുള്ളതാണ് എന്ന് യേശു തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ദൈവവചനമാണ്. അപ്പൊ അതിനെ വെച്ച് ഇത് ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മറ്റ് മതസ്ഥര് തരുന്ന അവര് നമ്മളോട് വളരെ ബഹുമാനപൂർവ്വമാണ് അത് തരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ആ മനസാക്ഷിയെ കരുതി നമുക്കത് കഴിക്കാമെന്ന് വിശുദ്ധ പൗലോസ്ലീഹയും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും വെരി ഗുഡ്. ഇനി ആരാണ് പറയണോ? അനുപമ എന്താ പറയാൻ പോണ പോലെ? അല്ല, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതായത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ ഞാനും വർക്ക് ചെയ്യുന്ന കാലത്ത് ഈ സ്കൂളിൽ പോകുമ്പോ ഞങ്ങള് SSLC +2 പരീക്ഷയ്ക്ക് മുമ്പ് അപ്പൊ അതിൽ തരുന്ന ഇതേപോലെ തരുന്ന പ്രസാദം ഞാനും കഴിച്ചിട്ടുണ്ട്. പക്ഷെ അത് ആ ദേവനെ അംഗീകരിച്ചിട്ടോ അങ്ങനെയല്ല, ആ കൺസെപ്റ്റിലല്ല കഴിച്ചേക്കണേ. അപ്പൊ ബട്ട് ഇതിലൊരു കാര്യമുണ്ട്. ഞാനൊരു ശബരിമലയുടെ വിളക്ക് പോലെ ഒരു സംഭവം നടന്നു ഞങ്ങളുടെ ഒരു ഡ്രൈവറുടെ വീട്ടില്. അതിന് ക്ഷണിച്ച് ചെന്നപ്പോ അവർക്ക് എന്തെങ്കിലും കൊടുക്കുക, അതായത് ഇങ്ങനെ പോകുമ്പോ നമ്മള് അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കൊടുക്കുക എന്നുള്ള ഒരു ഇതുണ്ട്. അപ്പൊ അവര് ഇങ്ങനെ ഞങ്ങളുടെ അടുത്ത് വന്നപ്പോ ഞങ്ങൾ ഇങ്ങനെ കുറച്ച് പൈസ ഇട്ട് കൊടുത്തു. പിന്നീട് ഒരിക്കൽ ഞങ്ങൾ ഒരു ധ്യാനത്തിന് ചെന്നപ്പോ പറഞ്ഞു, നിങ്ങൾ അന്യദേവനെ ധ്യാനിച്ചിട്ടുണ്ട്, ആരാധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോ ഇതാണ് തെറ്റ് എന്ന് ആ ധ്യാനത്തിലൂടെ ആ അച്ഛൻ ഞങ്ങളോട് ഇങ്ങനെ ബോധ്യപ്പെടുത്തിയും തന്നു. ശരി. ഓക്കെ. അടുത്ത ആൾ ഇനി ആരാണ്? അനുപമ എന്താ പറയാൻ പോകുന്ന പോലെ? അല്ലാതെ കഴിക്കുന്നതിലൊരു തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മളത് മതം അംഗീകരിക്കണോ അല്ലെങ്കിൽ അവരുടേത് നമ്മൾ ഏറ്റെടുക്കണമെന്നല്ലല്ലോ. ഒരു നേർച്ച കഴിക്കുന്നതിൽ തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അവര് നമ്മുടെ അതുപോലെ തന്നെ കഴിക്കുന്നുണ്ടല്ലോ, നേർച്ചക്കഞ്ഞികളും അങ്ങനെയൊക്കെ. ശരി. ഓക്കെ. ഡോക്ടർ സ്മിതി. ഓക്കെ. ഇതിനകത്ത് 2 ആസ്പെക്ട്സ് എന്റെ മനസ്സിൽ വരുന്നത്. ഒന്ന് ഒരു ഐഡന്റിറ്റി, മറ്റേത് സെൻസ് ഓഫ് ഫിയർ. ഒരു ഫിയർ വന്നു കഴിഞ്ഞാൽ ആ വഴി ഈവിൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വരും. ഉദാഹരണത്തിന് ഒരു ബുദ്ധയുടെ സ്റ്റാച്യുവോ അല്ലെങ്കിൽ വേറൊരു സ്റ്റാച്യു ഇതിനകത്ത് ഈവിൾ ഉണ്ട്, അല്ലെങ്കിൽ ഭക്ഷണം നമ്മൾ കഴിക്കുന്ന ഇതിനകത്ത് ഈവിൾ ഉണ്ട് എന്ന് പറഞ്ഞൊരു വ്യക്തിയെ ധരിപ്പിച്ചാൽ ആ വഴി കുറെ ഈവിള് നെഗറ്റീവിസം ആ വ്യക്തിയുടെ ജീവിതത്തിൽ നാച്ചുറലി ഉണ്ടാവും. പക്ഷെ അതിന്റെ വേറൊരു സൈഡ് ഒരു ഐഡന്റിറ്റി ക്രിയേഷൻ. അത് ഓൾഡ് ടെസ്റ്റമെന്റിൽ ആ ഒരു ട്രൈബിന് ഒത്തിരി അത്യാവശ്യമായിരുന്നു. അതുപോലെ ബിലീവേഴ്സ് ഇൻ ദ ഏർലി ചർച്ച് അവർക്ക് ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ ദേ വാണ്ടഡ് ടു ബി സെപ്പറേറ്റ് ഫ്രം ദി അതർ ട്രൈബ്സ്. അപ്പൊ ഇതിന്റെ ഒരു എന്താ പറയുക, ഒരു ഫൈൻ ബാലൻസ് ആണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ശരി, വെരി ഗുഡ്. യു വെന്റ് ഇൻടു ഡെപ്ത് ഇൻഡീഡ്. ഓക്കെ. അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആരാണ് ഇയാള്? മേഴ്സിയാണ്, മേഴ്സി ഷെൽട്ടൺ. ഓക്കെ. പറഞ്ഞു. അച്ഛാ, കഴിഞ്ഞ ആഴ്ച ഉണ്ടായ ഒരു സംഭവം. നിങ്ങള് സംഭവം വിവരിക്കണ്ട കേട്ടോ. ധ്യാനത്തിന് പോയപ്പം ഒരു ബ്രദർ പറഞ്ഞു, ഇങ്ങനെ മുസ്ലിംസ് ഒക്കെ തരുന്നത് കഴിക്കാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു കഴിക്കാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അത് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത്, ഇപ്പൊ എന്റെ ഹസ്ബൻഡിന് ഒരു ആക്സിഡന്റ് ഈ അടുത്ത് കഴിഞ്ഞ മാസം ഉണ്ടായി. പക്ഷെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കിടന്നപ്പം ഒരാഴ്ച ഭക്ഷണം കൊണ്ട് തന്നത് അവരാണ് ഹോസ്പിറ്റലിലേക്ക്. അപ്പം അവരെ ഞങ്ങൾ സഹോദരങ്ങളായിട്ട്, ഞങ്ങളെ കൂടപ്പിറപ്പായിട്ടാണ് അവരെ നമ്മൾ കാണുന്നത്. അപ്പൊ അവര് തരുന്നത് നമ്മൾ എങ്ങനെ കഴിക്കാതിരിക്കും?
നമ്മുടെ വേദനയിലാണ് അവര് നമ്മുടെ കൂടെ നിന്നത്. അപ്പൊ നമ്മള് പരസ്പര സഹോദരങ്ങളായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ദൈവം പറയുന്നത് ദൈവം സ്നേഹമാകുന്നു. അപ്പൊ സ്നേഹം എന്ന് പറയുന്നത് ദൈവമാണല്ലോ. അപ്പൊ ഈ മുസ്ലിംസ് തരുന്ന കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അപ്പൊ ഞാനും ബ്രദറും തമ്മിൽ ഒരു എന്തോ ഒരു സംവാദം പോലെ ഉണ്ടായി. കാരണം ഞാൻ പറഞ്ഞു, ഞങ്ങള് വേദനയിൽ ഞങ്ങളെ അറിഞ്ഞ് പെരുമാറുന്ന ഒരു വ്യക്തിനെ മുസ്ലിമായല്ല ഞങ്ങൾ കാണുന്നത്, ഹിന്ദു ആയല്ല ഞങ്ങൾ കാണുന്നത്, ഒരു സഹോദരനോ സഹോദരിയായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതെങ്ങനെ തെറ്റാകും? ഓക്കെ, അപ്പൊ ഇപ്പോ നിങ്ങൾ 10ഓളം പേരെ അങ്ങോട്ട് പറഞ്ഞു. എല്ലാവരും ഏതാണ്ട് ഞാനീ പറയേണ്ട കാര്യമില്ല, കാരണം ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോ നമുക്ക് ഇതിനകത്തൊരു കൺക്ലൂഷൻ കൊണ്ടുവരാം. എനിക്ക് തോന്നുന്നു ഇതൊരു ബഹുമത സംസ്കാരത്തിൽ ജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ മൾട്ടി റിലീജിയസ് കോണ്ടെക്സ്റ്റ് എന്ന് പറയും, ഒരു മൾട്ടി റിലീജിയസ് കോണ്ടെക്സ്റ്റ് എന്ന് പറയും. അപ്പൊ ഇങ്ങനെയുള്ള കോണ്ടെക്സ്റ്റിൽ നമ്മൾ തീർച്ചയായിട്ടും അഭിമുഖീകരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇവിടെ നമുക്കിടെ റെസ്പോൺസസ് എന്തായിരിക്കാം? ഞാൻ 2-3 പദങ്ങൾ നിങ്ങളിന്ന് പരിചയപ്പെടുത്താണ്. പണ്ട് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, എന്നാലും എനിക്ക് തോന്നുന്നു ഈ കോണ്ടെക്സ്റ്റിൽ പ്രധാനം. ഒന്ന് മോണോതെയിസം എന്ന് പറയും, ഏകദൈവ വിശ്വാസം, മോണോതെയിസം. ഓക്കെ. രണ്ടാമത്തേത് പോളിതെയിസം എന്ന് പറയും, ബഹുദൈവ വിശ്വാസം. മറ്റൊന്ന് സിൻക്രറ്റിസിസം എന്ന് പറയും, സിൻക്രറ്റിസിസം. SY ആണ് കേട്ടോ, CRETIS. ഓക്കെ, സിൻക്രറ്റിസിസം. ഇത് മൂന്ന് എന്താന്ന് ചോദിച്ചാല്, മോണോതെയിസം എന്ന് പറഞ്ഞാൽ ഏകദൈവ വിശ്വാസം. അതായത് ഇപ്പൊ നമ്മൾ പറയാണ് ദൈവമായ കർത്താവ് മാത്രമേ ദൈവമുള്ളൂ, ബാക്കിയുള്ളതൊക്കെ ദേവന്മാര്, അവർക്ക് മൂക്കുണ്ട് പക്ഷെ ശ്വസിക്കുന്നില്ല, കണ്ണുണ്ട് കാണുന്നില്ല എന്നൊക്കെ പറയുന്നില്ല, അത് വെറും വിഗ്രഹങ്ങൾ. ഓക്കെ. അതേസമയം പോളിതെയിസം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മോണോതെയിസത്തിന്റെ പ്രൊപ്പോണൻസ് ആണ് അബ്രഹാമിക് റിലിജിയൻസ് എന്ന് പറയും. അബ്രഹാമിക് റിലിജിയൻ അല്ലെങ്കിൽ സെമറ്റിക് റിലിജിയൻസ്, ജുദായിസം, ക്രിസ്ത്യാനിറ്റി, ഇസ്ലാം. ഇതാണ് അബ്രഹാമിക് റിലിജിയൻസ് എന്ന് വെച്ചാൽ അബ്രാഹത്തെ പിതാവായിട്ട് അംഗീകരിക്കുന്ന 3 റിലിജിയൻ, സെമറ്റിക് റിലിജിയൻസ് എന്നും പറയും. ഒന്നാമത്തേത് ജുദായിസം, യഹൂദര്. രണ്ടാമത്തേത് വരുന്നതാണ് ക്രിസ്ത്യാനികൾ. മൂന്നാമത്തെ ഇതിനകത്തേക്ക് ഇടിച്ചു കയറി വന്നവരാണ് ആര്? ഇസ്ലാം. അത് പിന്നീട് 7-ാം നൂറ്റാണ്ടിൽ 8-ാം നൂറ്റാണ്ടിലൊക്കെയാണ് അവർ വരുന്നത്, ക്രിസ്ത്യാനിറ്റി സ്ഥാപിതമായതിനു ശേഷം. ഓക്കെ. അപ്പൊ മോണോതെയിസം ഇവർ മാത്രമാണ് അംഗീകരിക്കുന്നത്. മറ്റൊന്നാണ് പോളിതെയിസം. പോളിടെക്നിക് എന്ന് പറഞ്ഞാൽ അറിയാലോ, അപ്പൊ എല്ലാ ടെക്നിക്കുകളും അറിയാം. ഗുഡ്. അപ്പൊ പോളിതെയിസം എന്ന് പറഞ്ഞാൽ ബഹുദൈവ വിശ്വാസമാണ്. അതിന് ഉദാഹരണം ഹിന്ദുസ് ആണ്. ക്രിസ്തുവും ദൈവം, അന്തോണീസും ദൈവം, ഒരേപോലെ അവർ കണക്കാക്കണം. സെബസ്ത്യാനോസോ അതിനൊരു കുഴപ്പമില്ല. ദേ ഇവിടെ ഒരു കല്ല്, ആ കല്ല് മേത്ത് വീണപ്പോ ഒരാൾ മരിച്ചു, അത് ദൈവമാണ്. അപ്പൊ ഇടിമിന്നല് ദൈവം, കണ്ടോ, സൂര്യൻ ദൈവം. അപ്പോ അവർക്ക് പോളിതെയിസ്റ്റ് എന്ന് പറയും. അവരെന്ത് ചെയ്യും? ഏതൊക്കെ സൂപ്പർ നാച്ചുറൽ ശക്തികളുണ്ടോ അവരെയൊക്കെ അവരെ ആരാധിക്കുന്ന ദൈവത്തിന്റെ അരികിൽ ഇങ്ങനെ നിർത്തിയിരിക്കും. അവർക്ക് ഒരു കുഴപ്പമില്ല. അപ്പൊ ഹിന്ദുസിനെ സംബന്ധിച്ചിടത്തോളം യഹോവ പിതാവിനുള്ള നേർച്ചയാണോ, അത് വിശുദ്ധ കുർബാനയാണോ, എല്ലാം ഒരേപോലെയാണ്. അവർ ക്ലിയർ ആണല്ലോ, എല്ലാം ഒരേപോലെയാണ്. നമുക്ക് അങ്ങനെ പറ്റില്ല. അതായത് ക്രിസ്തുവിന് യഹോവ പിതാവിന് മുകളിലാണ് വരുന്നത്, ആരാധന കൊടുക്കുന്നതാണ് ക്രിസ്തുവിന്, ബാക്കിയുള്ളവർക്ക് വണക്കമാണ്. അതുകൊണ്ട് ഹിന്ദുസ് എന്ത് ചെയ്യും? അവര് എടപ്പള്ളി പള്ളിയിലും വരും, അതേസമയം തൊട്ടടുത്ത ശിവന്റെ അമ്പലത്തിൽ ഒപ്പം പോവും, ദുർഗയുടെ അടുത്തും പോവും, അത് കഴിഞ്ഞ് മാതാവിന്റെ അടുത്തും വരും. വേണമെങ്കിൽ പൂജയ്ക്ക് പൈസ തരും, അമ്പലത്തിൽ എന്നിട്ട് വെടി വഴിപാടിനും പൈസ കൊടുക്കും, ശത്രു സംഹാരത്തിന് പൈസ തരും, സർപ്പ പൂജയ്ക്ക് പൈസ കൊടുക്കും, ഒപ്പം തന്നെ നൊവേനയ്ക്കും പൈസ തരും. അവരെ സംബന്ധിച്ച് ഇതെല്ലാം സെയിം ആണ്. ഓക്കെ. ഞാൻ പറയട്ടെ. ആരാണ് കൂടുതൽ ടോളറന്റ് എന്ന് ചോദിച്ചാൽ പോളിതെയിസ്റ്റുകാരാണ്. അവരാണ് സഹിഷ്ണുതയുള്ളവര്. കാരണം അവർക്ക് എല്ലാം ദൈവം ഒരേപോലെയാണ്. ഏകദൈവ വിശ്വാസിക്കാണ് ഈ കുറ്റബോധവും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളെല്ലാവരും പോളിതെയിസ്റ്റ് ആവുക എന്നുള്ളതല്ല, മറിച്ച് നമ്മുടെ വിശ്വാസമാണ് പ്രധാനപ്പെട്ടത്. അത് പ്രധാനപ്പെട്ടതാണ്. മറ്റൊന്നാണ് സിൻക്രറ്റിസിസം. സിൻക്രറ്റിസിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സിൻക്രറ്റിസിസം എന്ന് പറഞ്ഞാല് ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, അപ്പൊ എനിക്ക് ഈ ദൈവം മാത്രമേ ഉള്ളൂ. ഒരേ സമയം ഞാൻ വിശ്വസിക്കുകയാണ്, വേറെ ആള് ശിവനിൽ വിശ്വസിക്കുന്നു, അപ്പൊ അത് അവന്റെ ദൈവം, ആ ദൈവം ഉണ്ട്. എന്റെ ദൈവവും എക്സിസ്റ്റ് ചെയ്യുന്നു, അവന്റെ ദൈവവും എക്സിസ്റ്റ് ചെയ്യുന്നു. പക്ഷെ ഞാൻ എന്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നുള്ളൂ, അവന്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. അപ്പൊ വേണമെങ്കിൽ ഈ കാഴ്ചപ്പാടാണെങ്കിൽ ഒരുപാട് ദൈവങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നവരാണ്, പക്ഷെ ഞാൻ അവരുടെ ദൈവത്തിൽ വിശ്വസിക്കില്ല. പോളിതെയിസ്റ്റുകാർ എല്ലാ ദൈവങ്ങളിലും ഒരുപോലെ വിശ്വസിക്കും, പക്ഷെ സിൻക്രറ്റിസിസംകാര് മറ്റുള്ളവരിൽ വിശ്വസിക്കില്ല. അപ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ 3 വിശ്വാസങ്ങളും കയറി പറ്റാം കേട്ടോ.
there are people, ക്രിസ്ത്യൻസ് ഒക്കെ ഉണ്ട്, വെള്ളിയാഴ്ച നോക്കി ജീവിക്കണവര്, ഏത് നാള് നോക്കി ജീവിക്കുന്നവര്. അതേസമയം അന്തോണീസിന്റെ അടുത്തും പോകും, ഒപ്പം തന്നെ വേറെ എവിടെയും പോണവരൊക്കെ ഉണ്ട്, ശബരിമലയ്ക്ക് പോണവരുണ്ട്, വിശ്വാസത്തോടെ പോണവര്. ആദ്യം നമ്മൾ അതൊന്ന് ക്ലിയർ ചെയ്യണം. ഞാൻ ഏത് സാധനത്തിലാണ്, പോളിതെയിസ്റ്റ് ആണോ മോണോതെയിസ്റ്റ് ആണോ, അസിസമാണ് എന്റേതെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഇവിടെ ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു, യു ഹാവ് ദ റൈറ്റ് ടു ബി എ ബിലീവർ ഓഫ് ഗോഡ്. ഏകദൈവ വിശ്വാസത്തിലായിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ദൗത്യം. അതേസമയം നമുക്ക് മറ്റുള്ളവരുടെ ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളെ റെസ്പെക്ട് ചെയ്യാം. അതെന്തിനു വേണ്ടിയാണ്? സാഹോദര്യം. നിങ്ങളത് പറഞ്ഞു കഴിഞ്ഞു. എന്ന് കരുതി ഞാനത് കഴിക്കുമ്പോൾ അവരുടെ ദൈവത്തിലല്ല വിശ്വസിക്കുന്നത്. അത് ഒറ്റ കാര്യമുള്ളൂ, എൻ്റെ അയൽവക്കക്കാരൻ, എൻ്റെ സഹോദരൻ, മനുഷ്യൻ, മാനവികത, തുറവി, ഈ കാര്യത്തിൽ അവർ തരുന്നത് ഞാൻ മറ്റൊന്നും ചിന്തിക്കാതെ കഴിക്കുന്നു. ഒരുപക്ഷെ അവര് എന്തെങ്കിലും തുപ്പിയിട്ടത് കൊണ്ടതാണെങ്കിൽ നമ്മൾ പിന്നെ കഴിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് ഹൈജീൻ അല്ല. അവിടെയൊക്കെ ചിന്തിക്കണം. അയ്യോ, അപ്പോ ചിലവര് ചെയ്യുന്നത് എന്തെങ്കിലും ഒന്ന് ടേസ്റ്റ് നോക്കും, മതി, താങ്ക് യു കേട്ടോ എന്ന് പറഞ്ഞു വിടും. ചിലവർ വേണമെങ്കിൽ അത് മുഴുവൻ കഴിക്കും. അപ്പൊ നിങ്ങൾക്ക് പല രീതിയിലുള്ള അപ്രോച്ചുകൾ ഇതിനോട് സ്വീകരിക്കാം. പക്ഷെ അവരുടെ മുഖത്ത് നോക്കി ദിസ് ഈസ് വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണമാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ നമുക്കെതിരെ വാളെടുത്തിരിക്കും. ഇന്ന് നടക്കുന്ന സമാധാനമൈത്രി ഇല്ലായ്മ, സ്പർദ്ധ വളരാൻ ഒരു പരിധിവരെ കാരണം നമ്മളുടെ കുറെ പ്രഭാഷണങ്ങളായിരുന്നു, ഇറിറ്റേറ്റിംഗ്, അതുപോലെ പ്രകോപനപരമായ പ്രസംഗങ്ങളൊക്കെ കുറെ വന്നുപോയിട്ടുണ്ട്. അതിന്റെയൊക്കെ പരിണത ഫലമാണ്. അതുകൊണ്ട് സഹവർത്തിത്വം എന്നുള്ളതാണ് ബൈബിളിൽ തന്നെ പലപ്പോഴും നമ്മുടെ അബിൽസൻ ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ഉള്ളിലോട്ട് പോകുന്നത് എന്നുള്ളതല്ല, പറഞ്ഞിട്ട് ഹൃദയത്തിലുള്ളത് എന്താണെന്നാണ് ദൈവം അന്വേഷിക്കുന്നത്. പത്രോസിന് ഒരു മുമ്പിൽ ഒരു കുട്ടകം പോലെ അല്ലെ, ഒരു കോൾഡ്രൺ, അതിനകത്ത് എല്ലാ മൃഗങ്ങളും ഉണ്ടായിരുന്നു, കഴിക്കുക എന്നാ പറയുന്നത്. അപ്പോ അതിലൂടെ എല്ലാം വിശുദ്ധമാണെന്ന്, ദൈവത്തിന്റെ സൃഷ്ടിയാണെന്ന് എല്ലാത്തിനെയും എന്ന് അവതരിപ്പിക്കാം. ഇത്തരത്തിലൊരു ക്ലാരിറ്റി നിങ്ങൾക്കുണ്ടാകട്ടെ. പക്ഷെ ആകാശത്തിന് കീഴിൽ മനുഷ്യരക്ഷയ്ക്കായി മറ്റൊരു നാമം നൽകിയിട്ടില്ല, അത് രക്ഷകനായ യേശുക്രിസ്തുവിന്റെ നാമമാണ് എന്നൊരു വിശ്വാസം നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് ദൈവങ്ങളിൽ വിശ്വസിക്കരുത്, ആ ആരാധനകളെ നിങ്ങൾ പിന്തുടരരുത്. പക്ഷെ ആ മനുഷ്യരുടെ വികാരങ്ങളെ നമ്മൾ തീർച്ചയായിട്ടും സഹിഷ്ണുതയോടെ മാനിക്കണം. അത് നമ്മുടെ സമൂഹത്തിൽ ഒരു ഐക്യം കൊണ്ടുവരും. ഞാൻ പറഞ്ഞതിൽ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ പറയാം. സിസി എന്തോ പറയാനായിട്ട് പോകുന്നുണ്ടായിരുന്നു. ഓക്കെ, ആർക്കും എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? ഞാനത് അടുത്തേക്ക് പോവുകയാണെങ്കിൽ. അച്ഛാ ഒരു വാക്ക് പറഞ്ഞോട്ടെ അച്ഛോ. പറ, നിങ്ങൾ ഇങ്ങനെ അനുവാദം ചോദിക്കില്ല, നിങ്ങളൊക്കെ പറ. വേറൊന്നുമല്ല, ഞാനിപ്പോ ഏകസത്യ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ക്രിസ്തു മാത്രമാണ് ദൈവമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് മറ്റവര് ഇപ്പൊ ആരെ ആരാധിച്ചാലും അത് ദൈവം അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ആ ആരാധന ആകുന്നില്ല. അപ്പൊ അവര് തരുന്ന കഴിക്കുന്നതുകൊണ്ട് കുഴപ്പം എന്താ ഉള്ളത്? അതന്നെ ഞാൻ പറഞ്ഞത്. വേറെന്താ പറഞ്ഞത് നമ്മള്? അതാണ് എനിക്ക് ക്രിസ്തു മാത്രമേ ദൈവം ഉള്ളെങ്കിൽ അപ്പൊ പിന്നെ വേറൊരു ദൈവത്തെ ആരാധിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം വേറൊരു ദൈവം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മളത് തന്നെയാ പറയുന്നത്. എന്റെ കൺക്ലൂഷൻ അതാണ്. അതായത് ഏകദൈവ വിശ്വാസം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം ഏതാണെന്നൊന്ന് പരിശോധിക്കണം. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഏകദൈവ ദൈവത്തിൽ ചിലപ്പോൾ കലർപ്പുള്ള വിശ്വാസം ചിലപ്പോൾ നമ്മിലേക്ക് കടന്നു കയറാം. ഇപ്പൊ ചിലവർക്ക് നാളൊക്കെ നോക്കി ജീവിക്കണവരൊക്കെ ഉണ്ട്, രാഹുകാലം നോക്കി ജീവിക്കണ സത്യക്രിസ്ത്യാനികളൊക്കെ ഉണ്ട്, ചില ബിസിനസ്സിന് പോകണതിന് ഇപ്പൊ ചാത്തൻ സേവ നടത്തുന്നവരുണ്ട്. പക്ഷെ അത് വേറൊന്നും കൊണ്ടല്ല. ഇപ്പൊ നമ്മൾ ഈ പെരയ്ക്കൊക്കെ സ്ഥാനം കാണാൻ അച്ഛന്മാർ പോലും ചിലർ ചെയ്യുന്നുണ്ട്. അപ്പൊ സാധാരണ വിശ്വാസികൾ കൺഫ്യൂഷനാണ്, അച്ഛന്മാർ ചെയ്യുന്നതുകൊണ്ട് ഇത് ശരിയാണോ തെറ്റാണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ. ഓക്കെ, വാസ്തു എന്നുള്ളത് ചിലത് ശാസ്ത്രീയമാണ് ചിലത് കേട്ടോ. അതായത് കിഴക്കിന്റെ സൂര്യപ്രകാശം വരുന്നത് അങ്ങനെയൊക്കെ നോക്കി ചെയ്യുന്നവരുണ്ട്, പ്രകാശം കിടക്കാനുള്ള. അതൊക്കെ ഒരു ആർക്കിടെക്റ്റിനെ കൊണ്ടൊക്കെ ചെയ്യിപ്പിച്ചാൽ മതി. ഓക്കെ, ചില അച്ഛന്മാർക്ക് സിദ്ധിയുള്ളവരൊക്കെ ഉണ്ട്. പക്ഷെ മറ്റേവരെ അങ്ങനെയല്ല. ഈ ചില സ്ഥാനക്കാരെ എന്താ ചെയ്യണേ, ക്രൈസ്തവന്റെ വീട്ടിൽ വരുമ്പോൾ സ്ഥാനം കണ്ടിട്ട് പറയും വേളാങ്കണ്ണി പോയി മാതാവിന് 10 സാരി ഓഫർ ചെയ്യുക. ഓക്കെ, ഈ സ്ഥാനക്കാരൻ തന്നെ ആശാരി തന്നെ ഹിന്ദുവിന്റെ വീട്ടിൽ ചെന്ന് എന്ത് പറയും, ദേവിക്ക് പോയി വിളക്ക് വയ്ക്കാൻ പറയും. അവൻ വയറ്റിപ്പഴപ്പാണ്. ഏത് അവരവരുടെ മതത്തിന്റെ അനുസരിച്ച് കയറ്റിവിടുന്നു. ഇതാണ് പറഞ്ഞ ബഹുദൈവ വിശ്വാസം എന്ന് പറഞ്ഞ സാധനം. ഇതാണ് ആശാരിയുടെ വിശ്വാസമാണ് ആശാരി പറയുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്താണ് എന്റെ ദൈവത്തിൽ ആശ്രയിക്കുക. ഇവിടെയാണ് ദൈവാശ്രയത്വം എന്നുള്ളൊരു സാധനം വരുന്നത്.
പിന്നെ നമ്മുടെ സനൽ ഡോക്ടർ ഓൾറെഡി പറഞ്ഞൊരു കാര്യം, പഴയ നിയമത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ശാഠ്യം കാർക്കശ്യങ്ങൾ വരുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഓഫ് ഐഡന്റിറ്റി ഫോർമേഷൻ. അത് ദൈവങ്ങളുടെ ഒരു സംസ്കാരത്തില് യഹോവയിൽ വിശ്വസിക്കുന്ന ജനത്തിന് ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കണം. ആ ഐഡന്റിറ്റി കാർക്കശ്യത്തോടെ തന്നെ അവതരിപ്പിക്കണം. അതിനുവേണ്ടിയുള്ള ഒരു രീതിയും കൂടിയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളെല്ലാവരും പറയുന്നതിനോട് ഞാൻ തീർച്ചയായിട്ടും അതിനെ കൺക്ലൂഡാണ് ചെയ്യുന്നത്. എല്ലാവരും പറഞ്ഞത് ബഹുമാനത്തോടെ എടുക്കുന്നു. അത് റിയലി കോണ്ടസ്റ്റിംഗ് ആയിട്ടൊന്നും നിങ്ങൾ പറഞ്ഞിട്ടില്ല, കോൺട്രഡിക്റ്ററി ഇല്ല. എല്ലാം നമ്മൾ ഈ ലൈനിൽ തന്നെയാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ജാഗ്രതയുടെ കാര്യം ഞാൻ പറഞ്ഞില്ല. ബഹുദൈവ വിശ്വാസം കയറി വരരുത്. അതുപോലെ തന്നെ ആ ദൈവമുണ്ട് ഈ ദൈവമുണ്ട് അതല്ല, മറിച്ച് എനിക്ക് എന്റെ ദൈവം ഉള്ളൂ, ഒരു ദൈവം ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ മറ്റവൻ ഇപ്പൊ മാത്യു സാറ് പറഞ്ഞ പോലെ അവര് ചെയ്യുന്നത് ഇപ്പോ അവർക്കൊരു ദൈവവിശ്വാസം അല്ലെ, അത് ഇപ്പൊ ദൈവം നമ്മുടെ ദൈവം തന്നെ അത് കണ്ടോളും അല്ലെ, സ്വീകരിച്ചോളും എന്നൊരു ചിന്തയിലേക്കും കൂടി വരിക. ഓക്കെ, ഞാൻ ഇത് കൺക്ലൂഡ് ചെയ്യാണ് കേട്ടോ. ഇതിങ്ങനെ പണ്ടോരാസ് ബോക്സ് എന്നൊക്കെ പറയും, എന്ന് പറഞ്ഞാൽ പ്രോബ്ലമാറ്റിക് സാധനമാണ്. പക്ഷെ ഇതിൽ ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാകണം കേട്ടോ. ഇനിയിപ്പോ അതുകൊണ്ട് ചിലർക്ക് കുറ്റബോധമൊക്കെ വരും. അതുകൊണ്ട് ഇപ്പൊ വയറുവേദന ഏത് നേരം എടുക്കുന്നു, അപ്പൊ അതിനർത്ഥം ഞാനൊരു നേർച്ച അമ്പലത്തിൽ നിന്ന് കഴിച്ചു, അതിന്റെ ഒരു സാധനമല്ല ഇപ്പോഴും എനിക്ക് വയറുവേദന വരുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ കുറെ കുറ്റബോധമൊക്കെ കൊണ്ടുവരും. അപ്പൊ ഈ റിയൽ ഗോഡ്, ദൈവം എന്നുള്ളത് ഒരിക്കലും നമുക്ക് കുറ്റബോധമല്ല കൊണ്ടുവരുന്നത്, അത് പാപബോധമായിരിക്കുന്നത്. മാനസാന്തരത്തിലേക്ക് വിളിക്കുന്നതാണ് ദൈവം എന്ന സങ്കല്പം. പക്ഷേ കുറ്റബോധം തരുന്നതൊക്കെ തീർച്ചയായിട്ടും മറ്റെന്തൊക്കെയോ ആണ്. ഓക്കെ, ഇനി നമ്മൾ മറ്റൊന്നിലേക്ക് പോവുകയാണ്. ഈ 6-ാം അധ്യായം ജോഷുവയുടെ പുസ്തകം 27-ാം വാക്യം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവ് ജോഷുവയുടെ കൂടെ ഉണ്ടായിരുന്നു, അവന്റെ കീർത്തി നാടെങ്ങും വ്യാപിച്ചു. അതിനൊരു വളരെ ഫൈൻ എൻഡാണ്. ജോഷുവ ഒരു ഹീറോ ആയിട്ട് മാറി, ജെറിക്കോ പട്ടണമൊക്കെ കീഴടക്കി അവൻ ഹീറോ ആയിട്ട് മാറി. അത് കഴിഞ്ഞ് തൊട്ട് പിന്നാലെ ആഖാനെ പറ്റി പറയാണ്. ആഖാൻ മൂലം ദൈവം വീണ്ടും അവർക്ക് ശിക്ഷ കൊണ്ടുവന്നു. ആഖാൻ ആരാണ്? ഏറ്റവും നിസാരനായൊരു മനുഷ്യൻ. ജോഷുവ ആകട്ടെ നേതാവ്. അതായത് ജോഷുവ കൊണ്ടുവന്ന വിജയത്തിന്റെ മഹത്വം ഒരു നിസാരനായ ഒരു വ്യക്തിയിലൂടെ അതിന്റെ ഭംഗിയും മഹത്വവും പ്രഭയും ഒക്കെ നിമിഷ നേരം കൊണ്ട് ഇല്ലാതെയായി. അത് സത്യത്തിൽ അവർക്ക് നാശം വരെ കൊണ്ടുവരികയാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അതായത് ജോഷുവ എന്ന മഹാനായ നേതാവ് അവന്റെ പ്രവർത്തികൾ എന്തൊക്കെയായിരുന്നു, അതിനോട് ഈക്വൽ ആയിട്ടാണ്, തുല്യമായിട്ടാണ് ഈ ഒരു ഇൻസിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള വ്യക്തി, നിസ്സാരനായ വ്യക്തിയുടെ പ്രവൃത്തിയെ പാരലായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ നോക്കേണ്ട ഒരു കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടത്, ഈ സഭയിലും നമ്മുടെ കൂട്ടായ്മകളിലും ഉച്ചനീചത്വങ്ങളില്ല. ഏതൊരുവന്റെയും തെറ്റിന് ഒരു എന്താ പറയാ, അതിന്റെ ഒരു ഇഫക്റ്റ് ഉണ്ട് എന്നുള്ളതാണ് അല്ലെ. സമൂഹത്തില് നമ്മൾ ചെയ്യുന്നതിനെല്ലാം അതിന്റെ ഒരു പ്രതിഫലനം തിന്മയായിട്ടോ നന്മയായിട്ടോ നമ്മുടെ സമൂഹത്തിന് ലഭിക്കുന്നുണ്ട്. കളക്റ്റീവ് എൻറ്റിറ്റി എന്ന് പറയും. കളക്റ്റീവ് ഒരു പൊതു ഘടകമായിട്ട് നിൽക്കുക, ഇൻഡിവിജ്വൽ അതേപോലെ കളക്റ്റീവ്. അപ്പൊ രണ്ട് തലങ്ങളിലുള്ള ഇതിന്റെ ഒരു വ്യത്യാസം അല്ലെങ്കിൽ ഒരു ഇഫക്റ്റ് കാണുന്നുണ്ട്. എന്താ ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത്, ബൈബിൾ എപ്പോഴും പ്രപ്പോസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ജനകീയ വിശുദ്ധി. വിശുദ്ധി ജനകീയമാണ്, തിന്മയും അതുപോലെ ജനകീയമാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ലേവ്യരുടെ പുസ്തകത്തിന്റെ ഒരു പ്രമേയമാണത്. ലേവ്യരുടെ പുസ്തകപ്രകാരം ദൈവം പരിശുദ്ധനാണ്. അപ്പൊ ഈ ദൈവത്തിന്റെ പരിശുദ്ധിയിലാണ് എല്ലാ മനുഷ്യരും പങ്കാളികളാവുന്നത്. അപ്പോ ഈ ദൈവത്തിന്റെ കൽപ്പനകൾ പാലിച്ചാല്, അവനെ അനുസരിച്ചാല് നിങ്ങൾക്ക് വിശുദ്ധി കിട്ടും. സാബത്ത് ആചരിക്കുക, നിയമങ്ങൾ അനുസരിക്കുക, അശുദ്ധിയുടെ നിയമങ്ങൾ പാലിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും പരിശുദ്ധി കിട്ടും. അപ്പൊ അതുകൊണ്ട് ഈ ലേവ്യരുടെ പുസ്തകത്തിന്റെ പ്രമേയം ഇങ്ങനെയാണ്: രാജാവിന്റെ വിശുദ്ധി എന്നുള്ളതാണ് പ്രജകളുടെ ഒക്കെ വിശുദ്ധി, പുരോഹിതന്റെ വിശുദ്ധി ജനങ്ങളുടെ വിശുദ്ധിയാണ്, ദമ്പതികളുടെ വിശുദ്ധി കുടുംബത്തിന്റെ വിശുദ്ധിയാണ്. ഇനി ഇവരുടെ എല്ലാവരുടെയും ഓരോ വ്യക്തിയും വിശുദ്ധിയിലായിരിക്കുമ്പോഴാണ് ദൈവം സമൂഹത്തിൽ പ്രസാദിക്കുന്നത്. നോക്കുക, അതുകൊണ്ട് ഇതിനെയാണ് വിശുദ്ധിയുടെ ജനകീയവൽക്കരണം എന്ന് പറയുന്നത്. എനിക്കറിയില്ല നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ എന്ന്. ഇപ്പൊ MCCയിലുള്ള 170ഓളം ദമ്പതികൾ എല്ലാവരും ആക്റ്റീവ് ആകുമ്പോഴാണ് MCC പൂർണ്ണമാവുള്ളൂ. ഒരാള് മന്ദിപ്പ് കാണിച്ചാല് MCC ഇനാക്റ്റീവ് ആയിരുന്നു. ക്ലിയർ ആയല്ലോ? അപ്പൊ എല്ലാവരും ഒരുപോലെ പ്രവർത്തിക്കുകയാണ്, ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ MCC വിസിബിൾ ആവും.
ഇല്ലെങ്കിൽ MCC ദുർബലമാണെന്നൊക്കെയാണ് ഈ ഒരു വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ. അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും വിശുദ്ധിയിൽ ജീവിക്കുകയാണെങ്കിൽ MCCക്ക് വളർച്ചയുണ്ടാവും, MCCയുടെ നന്മകളൊക്കെ ഉണ്ടാവും. ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഉടനെ MCCയിലുള്ള എല്ലാവർക്കും അതിന്റെ പ്രശ്നം ഉണ്ടാവും. ഇതാണ് ജനകീയവൽക്കരണം. ഓക്കെ. പിന്നീട് ഒരിക്കലും യോഹന്നാന്റെ സുവിശേഷം 11:50 കയ്യഫാസ് പറയുന്നുണ്ട്, ജനം നശിക്കാതിരിക്കാൻ ഒരാള് മരിക്കുന്നത് നല്ലതാണ്, ഉചിതമാണെന്ന്. ക്രിസ്തുവിനെ പറ്റിയൊക്കെ പറയുന്നത് ഒരാള് മരിക്കുന്നത് നല്ലതാണ്. ഈ പഴയ നിയമത്തിലെ സങ്കല്പം നോക്കിയാൽ അതൊരു കൂട്ടായ്മയാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റേറിയൻ ആണ്. പുതിയ നിയമത്തില് ഈ ക്രിസ്തു എന്ന ഒറ്റ വ്യക്തിയിലൂടെ എല്ലാം പരിഹരിക്കപ്പെടുന്നു. ദൈവത്തിന്റെ പദ്ധതിയാണത്. പഴയ നിയമത്തിന്റെ പദ്ധതി നോക്കി എല്ലാവരും വിശുദ്ധിയിലായിരുന്നാലാണ്. എല്ലാവരും വിശുദ്ധിയിലായിരിക്കണം, ദൈവത്തെ അനുസരിക്കണം. പക്ഷെ ക്രിസ്തുവിന്റെ അനുസരണം, ക്രിസ്തുവിന്റെ ത്യാഗം, ക്രിസ്തുവിന്റെ സമർപ്പണം, ക്രിസ്തുവിന്റെ സ്നേഹം, അവന്റെ കരുണ ഒറ്റ മനുഷ്യൻ മൂലം ലോകം മുഴുവൻ രക്ഷിക്കപ്പെടുന്നു. അപ്പൊ ദൈവത്തിന്റെ വലിയ പദ്ധതിയുണ്ട്. പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ ഒരാൾ എന്നുള്ളത് ഇവിടെ നോക്കി ആഖാന അവർ വധിക്കുക പോലും ചെയ്യുന്നുണ്ട്, കുടുംബത്തെ ആ സമൂഹത്തെ മുഴുവൻ രക്ഷിക്കാൻ വേണ്ടി. യോന എന്ന് പറഞ്ഞ മനുഷ്യൻ തെറ്റ് ചെയ്തത് കൊണ്ട് കപ്പലിലുള്ള എല്ലാവരും നശിക്കാൻ പോവുകയാണ്. നമ്മളിൽ നശിക്കാതിരിക്കുക ഒരാളെ എടുത്ത് കടലിലേക്ക് എറിയുന്നു. കണ്ടോ, ആദത്തിന്റെ പാപം മൂലം മനുഷ്യർ മുഴുവൻ നശിക്കുന്നു, ഉത്ഭവഭാവം. അതേസമയം ക്രിസ്തുവിന്റെ അതിലൂടെ രക്ഷാകര പ്രതി എല്ലാവരും നേടും. പഴയ നിയമത്തിന്റെ സങ്കല്പവും മറ്റൊരു വിരുദ്ധ സങ്കല്പം പുതിയ നിയമത്തിൽ. നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ എന്നറിയില്ല. പുതിയ നിയമം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന വലിയൊരു മാറ്റം എന്നുള്ളത് ക്രിസ്തുവിലെല്ലാം പൂർത്തീകരിക്കപ്പെട്ടിരിക്കും. പാപവും മരണവും എല്ലാം ക്രിസ്തുവിൽ ജീവനായിട്ടും രക്ഷയായിട്ടും കൈവന്നിരിക്കുന്നു. ശാപം എന്നുള്ളത് അനുഗ്രഹമായിട്ട് ക്രിസ്തുവിലൂടെ കൈവന്നിരിക്കുന്നു. അപ്പൊ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം സത്യത്തിൽ ശിക്ഷ എന്നുള്ളതിനപ്പുറത്തേക്ക് രക്ഷ എന്നതിനെ പറ്റി മാത്രമേ ചിന്തിക്കാവൂ. ശാപം എന്നതിനപ്പുറം അനുഗ്രഹത്തെ പറ്റി ചിന്തിക്കണം. ദൈവത്തിന്റെ ശിക്ഷ എന്നതിനപ്പുറം ദൈവത്തിന്റെ കരുണയെ പറ്റി ചിന്തിക്കണം. ഇതാണ് ക്രിസ്തുവിലൂടെ സംജാതമായ ദൈവത്തിന്റെ വലിയ പദ്ധതി. നിങ്ങളതിൽ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതാണ് മിഷണറി കപ്പിൾസ് ഓഫ് ക്രൈസ്റ്റ് എന്ന രീതിയിൽ നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം. ഇതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ക്രിസ്ത്യാനിറ്റിയിൽ നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുന്നത് കേട്ടോ. നിങ്ങൾ മറ്റു മതങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ കാണുന്നത് എന്തിനാണ് അവർ പ്രസാദം കൊടുക്കുന്നത്, അല്ലെങ്കിൽ ദേവന് കാഴ്ചവെക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ചിന്തിക്കണം. വൈ ഡു ദേ ഓഫർ ദംസെൽവ്സ്? ശിക്ഷകളിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടി, ഒഴിവ് കിട്ടാൻ വേണ്ടിയാണ്. മഴ പെയ്യുന്നു, ഉടനെ തന്നെ ഒരു ദൈവത്തിനെ പ്രീതിപ്പെടുത്താൻ എന്തെങ്കിലും ഒരു കോഴീനെ വെട്ടണം. നിങ്ങൾക്ക് അപ്പൊ ഇവാലുവേറ്റ് ചെയ്യാം. ചിലപ്പോഴൊക്കെ നമ്മൾ ഈ കോഴീനെ കൊടുക്കൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ, ഇന്ന് പ്രീണനമല്ലേ, ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അല്ലെ? പഴയ സങ്കല്പത്തിൽ പ്രീണനമാണ്. ദൈവം ദേഷ്യത്തിലാണ്, കോപിഷ്ടനാണ് ദൈവം. ആ ദൈവത്തെ സുഖിപ്പിക്കണം. അപ്പൊ ദൈവത്തിന് എന്ത്? പക്ഷെ പുതിയ നിയമത്തിലേക്ക് നോക്കി തീർച്ചയായിട്ടും വ്യത്യസ്തമായിരുന്നു. അപ്പൊ ഞാൻ വെറുതെ അല്ല ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത്. എനിക്ക് തോന്നുന്നു അത് നമ്മൾ അടിയുറച്ച് ഏറ്റുപറയേണ്ട ഒരു കാര്യമാണ്. ഞാൻ വെറുതെ അല്ല ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത്. ഈ പഴയ നിയമത്തിന്റെ സങ്കല്പമാണ് ഇപ്പോഴും പല മതങ്ങളിലും അനുഷ്ഠാനങ്ങളിലൊക്കെ ഇപ്പോഴും കാണുന്നത്. കാരണം അന്ന് പഴയ നിയമം ശ്രമിച്ചത് അത്തരത്തിലുള്ള ഒരു ഐഡന്റിറ്റി കൊണ്ടുവരാൻ വേണ്ടിയാണ്. ഞങ്ങളൊന്ന് ചെറിയ വീഴ്ച പറ്റിയാൽ ഉടനെ ശിക്ഷിക്കുന്ന ഒരു ദൈവം. ആകാശമൊക്കെ ദൈവം അടച്ചുകളയാണ്, പിന്നെ മഴയില്ല അവിടെയൊന്നും. പഴയ നിയമം നോക്കി, കുഞ്ഞു പ്രശ്നം ഉണ്ടെങ്കിൽ ഉടനെ ശത്രു രാജ്യത്തെ വിടുകയാണ് ഇവരെ ശിക്ഷിക്കാനായിട്ട്. അതുകൊണ്ട് വയലൻസ് വയലൻസ് വയലൻസ്, ഹിംസ ഹിംസ, അതിക്രമം മാത്രം പഴയ നിയമത്തിന്റെ ഇടകളിൽ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴോ രക്ഷയും സൗഖ്യവും മാത്രം. അന്ധൻ കാണുന്നു അല്ലെ? പാപം ചെയ്തുകൊണ്ടല്ല അന്ധനായി മാറിയത്. ഒറ്റ കണ്ണനാണെങ്കിൽ അവന് 2 കണ്ണും കൂടി കളയണം അവന്റെ ശിക്ഷ പൂർത്തിയാവണമെങ്കിൽ. പക്ഷെ ഇവിടെ അവന്റെ കണ്ണ് ദൈവം അവൻ തുറക്കുന്നു. കണ്ടോ? അതുകൊണ്ട് ഞാൻ എന്റെ ക്രിസ്തു വിശ്വാസം എന്നെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഞാനിത് ചോദിക്കുന്നത് എന്നോട് തന്നെയാണ് ചോദിക്കുന്നത്. പലപ്പോഴും നമ്മൾ ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ വെറും ഒരു കൾട്ടായിട്ട് മാറ്റിയിട്ടുണ്ട്. കൾട്ട്. മറ്റു മതസ്ഥരൊക്കെ ചെയ്ത പോലെ ഒരു ദൈവത്തിലുള്ള ഒരു വിശ്വാസം, അതിലെ സങ്കല്പത്തിൽ ഇങ്ങനെ പോകുന്നു. കുറെ നൊവേനകൾ ചെല്ലുന്നു, കുറെ നേർച്ചയിടുന്നു, മാലയിടുന്നു, കുറെ നൊയമ്പെടുക്കുന്നു. അതിനപ്പുറത്തേക്ക് ഈ ക്രിസ്തുവിലൂടെ സംജാതമായ രക്ഷയുടെ പൂർണ്ണത അനുഭവിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ വെല്ലുവിളി. വെറും ക്രിസ്ത്യാനി ആവുകയൊക്കെ എളുപ്പമാണ്. മറ്റു മതസ്ഥരെ പോലെ വെറും ഒരു മതജീവി ആവുക എളുപ്പമാണ്. പക്ഷെ ക്രിസ്തുവിനെ ആഴത്തിൽ അനുഭവിക്കുക, അതറിഞ്ഞ വ്യക്തികൾക്ക് വലിയ വ്യത്യാസം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും. അവരെങ്ങനെയുള്ളവരായിരിക്കും? അവർ പരോന്മുഖരായിരിക്കും.
മാനവികതയുള്ളവരായിരിക്കും, ഒരുപക്ഷെ സാഹോദര്യം കാണിക്കും. അവിടെയാണെങ്കിൽ അത് തീർച്ചയായിട്ടും മറ്റു മതസ്ഥരെ ഉൾക്കൊള്ളുന്നതാണ്. സാഹോദര്യത്തിന്റെ തലങ്ങൾ കാണും. അതുകൊണ്ട് ക്രിസ്തു എന്നുള്ളത് സത്യത്തിൽ ഒരു കൾട്ടായിട്ട് മാറരുത്. ഒരു ദേവൻ, ഒരു ദൈവത്തെ ഇങ്ങനെ ഇങ്ങനെ പൂജിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. നോ, ക്രിസ്തു അവനതൊന്നും ആവശ്യമില്ല. മത്തായിയുടെ സുവിശേഷം 23 നോക്കുക, അതിനെതിരെയാണ് ക്രിസ്തു പറയുന്നത്. എന്നേക്കുമായി നൽകപ്പെടുന്ന ഒരു ബലിയായിട്ട് അവനെ കാണുക എന്നുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ മനോഭാവത്തിൽ മനസ്സിൽ കയറി പറ്റിയ ഒരു ക്രിസ്തു സങ്കല്പം ഒന്ന് രണ്ടുപേരും കൂടി ഒന്ന് സംസാരിക്കാവോ? നിങ്ങളുടെ ക്രിസ്തു സങ്കല്പം എങ്ങനെയുള്ളതാണ്? സാധാരണ നമ്മൾ കാണുന്ന ദൈവങ്ങളെ പോലെ ഒരു സങ്കല്പമാണോ? വെറുതെ ഒന്ന് സംസാരിക്കും, തുറന്ന് സംസാരിക്കണം കേട്ടോ. അതെയോ എന്റെ ജീവിതത്തിൽ ഒരു വ്യത്യസ്തത കൊണ്ടുവരുന്ന ഒരു ദൈവസങ്കല്പമാണോ? റിയലി ഐ ലവ് ഹിം, അല്ലെങ്കിൽ ഞാൻ ജീവിതത്തിന്റെ ഭാഗമാണോ? വെറുതെ ഒന്ന് അങ്ങോട്ടും കൂടി ചിന്തിച്ചു നോക്ക്, സംസാരിക്കാം. ഓക്കെ, വേറെ ആർക്കുവാണെങ്കിലൊക്കെ നിങ്ങൾക്കിടെ ഒരു ക്രിസ്താനുഭവം നിങ്ങളുടെ കൺസെപ്റ്റിലുള്ള ഒരു വേണമെങ്കിൽ സംസാരിക്കാം. ഇത് വളരെ ഫെയ്ത്ത് തലത്തിലാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത് തന്നെയാണ് അടിസ്ഥാനപരമായിട്ട് എനിക്ക് ക്രിസ്തുവാണ്. എനിക്ക് ചിലവർക്ക് വിശുദ്ധരിലാണ് ഭയങ്കര ആശ്രയത്വമൊക്കെ, വിശുദ്ധരിലാണ് ചിലവർക്ക്. പക്ഷെ അടിസ്ഥാനപരമായിട്ട് ക്രിസ്തുവിലാണ് നമ്മുടെ ഇത്. വിശുദ്ധരൊക്കെ ക്രിസ്തുവിന്റെ കൂട്ടുകാരാണ് കേട്ടോ, ഫ്രണ്ട്സ് ആണ്. അത്തരത്തിലേക്ക് വരണം. അത്യധികമായിട്ട് ഇസ് മൈ ലോർഡ് ക്രൈസ്റ്റ്. അച്ഛാ, ഒരു കാര്യം ഷെയർ ചെയ്യാനുണ്ട്. പറഞ്ഞു. അതായത് കൃത്യം 24 മണിക്കൂർ മുമ്പ് നടന്ന ഒരു കാര്യമാണ്. ഇന്നലെ രാത്രിയിൽ ഞങ്ങൾ എഫാത്ത റോസറി ഓൺലൈൻ ഒരു പ്രോഗ്രാം നടക്കുന്നു ഇന്റർനാഷണലായിട്ട്. അതിൽ മാഞ്ഞാക്കലത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ് ഭയങ്കരമായിട്ട് മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ ഒരു കാര്യം. അച്ഛനി പറഞ്ഞതുമായിട്ട് ചേർത്ത് വെക്കാവുന്ന കാര്യമാണ്. അതായത് അത് ഒരു കഥയാണോ എന്നൊക്കെ വേണം ചിന്തിക്കാം. അതായത് ഒരു മനുഷ്യൻ, മഹാപാപിയായ ഒരു മനുഷ്യൻ വർഷങ്ങളോട് പാപം ചെയ്തിട്ട് കുമ്പസാരിക്കാൻ ചെല്ലുന്നു. അപ്പൊ കുമ്പസാരിക്കാൻ ചെന്ന് പാപങ്ങൾ ഏറ്റു പറഞ്ഞപ്പോഴത്തേക്ക് അയാൾ ചെയ്തിട്ടില്ലാത്ത പാപങ്ങളൊന്നുമില്ല. അപ്പം ആ വൈദികൻ പറഞ്ഞു, ഇത് വളരെ ഗൗരവമായ പാപമാണ് ചെയ്തിരിക്കുന്നത്, ഇനി ഒരു കാരണവശാലും ഇത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞ് ആശ്വസിച്ച് പരിഹാരവും പറഞ്ഞു വിട്ടു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ മനുഷ്യൻ വന്ന് ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തു. ഇതേ പാപങ്ങളെല്ലാം ആവർത്തിച്ചു പറയുന്നു. അപ്പം അച്ഛൻ പറഞ്ഞത്, അപ്പം അല്പം ദേഷ്യം വന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ്, ഇനി ഒരിക്കലും അത് ആവർത്തിക്കരുത്, ഇനി ആവർത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ശിക്ഷയായിരിക്കും എന്ന് പറഞ്ഞു വിട്ടു. 3-ാം പ്രാവശ്യവും വന്നിട്ട് വീണ്ടും ഇത് തന്നെ ആവർത്തിച്ചപ്പോൾ അച്ഛന് ദേഷ്യം വന്നു. അച്ഛന് അയാളെ ഇറക്കി വിടാനൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കും തൊട്ട് പുറകിൽ ഒരു ക്രൂശിത രൂപം ഉണ്ടായിരുന്നു. ആ ക്രൂശിത രൂപം അനങ്ങുന്നതായിട്ട് കണ്ടു. ആ അച്ഛൻ ഒരുപക്ഷെ കേട്ടിട്ടുള്ള കാര്യമായിരിക്കും ഇത്. ക്രൂശിത രൂപത്തിന്റെ വലത് കൈയെ താഴോട്ട് നീട്ടി ഈ മനുഷ്യനെ തൊട്ടിട്ട് ഈ വൈദികനോട് പറയുകയാണ്, ഇവന് വേണ്ടിയിട്ട് രക്തം ചിന്തിയത് ഞാനാണ്, നീയല്ല, ഇവനെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് ഈ മനുഷ്യനെ മനസ്താപത്തിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു സംഭവമാണ്, കഥയാണ്. പക്ഷെ ഭയങ്കരമായിട്ട് യേശുക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള ഒരു ബോധ്യം ഒന്നുകൂടെ. കാരണം അവസാന നിമിഷം വരെ ഒരു പാപിയുടെ പുറകെ നടന്ന് അവന്റെ മനസ്താപത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയും കൂടെ നടക്കുകയും ചെയ്യുന്ന ഒരു ക്രിസ്തു എന്നുള്ളത് ഭയങ്കരമായിട്ട് ഇംപ്രസ് ചെയ്ത ഒരു കാര്യമാണ് സാർ. യെസ്, ഓക്കെ, വെരി ഗുഡ്. ഒരു ക്രിസ്താനുഭവം നിങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ട് ഈ ക്രിസ്താനുഭവം ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ എക്സ്റ്റേണൽസ് ആണ് മതജീവിതമായിട്ട് മാറുക. അതിനെയാണ് നമ്മൾ മതജീവി എന്ന് പറയുന്നത്. എക്സ്റ്റേണൽസ് ആയിരിക്കും, ബാഹ്യമായ കാര്യങ്ങളിലായിരിക്കും. പക്ഷെ ക്രിസ്താനുഭവമാണ് നമ്മളെ റിയലി ഒരു മിഷണറി ആക്കുന്നതും അല്ലെങ്കിൽ ഒരു പ്രസന്നതയുള്ള ഒരു വ്യക്തിത്വമായിട്ട് മാറ്റുന്നത്. അതൊരു വൈദികന്റെ ജീവിതമാകാം, ആരുടെ ജീവിതമാകാം കേട്ടോ. നിങ്ങൾ കരുതരുത് ഇങ്ങനെ ലോഹയിക്കിട്ട് നടന്ന ഒരുവൻ ക്രിസ്തുവിനെ അനുഭവിച്ച വ്യക്തിയാവുമെന്ന്. ഒരിക്കലും ചിന്തിക്കരുത്. ഇതെല്ലാം എല്ലാവർക്കും ഒരുപോലെയാണ്, ആപേക്ഷികമാണ് ഒരുപക്ഷെ ചിലരുടെയൊക്കെ അനുഭവങ്ങൾ. പക്ഷെ മരിക്കുമ്പോൾ നിമിഷമെങ്കിലും ഈ ഒരു അനുഭവം യഥാർത്ഥ ക്രിസ്തു അനുഭവം നമ്മൾ ഉണ്ടാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ എനിക്ക് റിയലായ ഒരു ക്രിസ്തു അനുഭവം, സ്നേഹിക്കപ്പെടുന്നു എന്ന് തോന്നല്, കരുണ ലഭിച്ചു എന്ന ചിന്ത. കുമ്പസാരക്കൂടൊക്കെ റിയലി അതിൻ്റെ ഒരു വേദിയാണ് ക്രിസ്തുവിനെ അനുഭവിക്കാനായിട്ട്. അതുകൊണ്ട് ഇന്നും ക്രിസ്തു ജീവിക്കുന്ന ദൈവമായിട്ട് അത്തരത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, പുതിയ നിയമത്തിന് പ്രസക്തി വരുന്നുണ്ടെങ്കിൽ ഏക കാരണം ഈ ക്രിസ്തുവിന്റെ അനുഭവം ധാരാളമായിട്ട് ഇന്നും മനുഷ്യർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. ആ ഒരു ചിന്ത തീർച്ചയായിട്ടും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കട്ടെ. അപ്പോൾ ആഖാന്റെ പാപം അവന്റെ തന്നെ ശിക്ഷ അവന് ലഭിച്ചു അല്ലെ. ഒരുപക്ഷെ ക്രിസ്തുവിലേക്ക് അത് നമുക്ക് ചോദ്യങ്ങൾ ചെയ്യണം. ക്രിസ്തുവിന്റെ മരണം അത് ക്ഷമയായിട്ട് മാറും, കരുണയായിട്ട് മാറും.
ഇവിടെ ജോഷു അവനോട് കരുണയൊന്നും കാണിക്കുന്നില്ല. അവന്റെ കുടുംബത്തിലുള്ളവരെ പോലും കത്തിച്ചു കളയാണ് കേട്ടോ. അവസാനം വായിക്കുമ്പോൾ നിങ്ങൾ കാണുന്നതാണ് ഈ ആഖാൻ മോഷ്ടിച്ചത് എന്തൊക്കെയായിരുന്നു? മേലങ്കി, വെള്ളി, സ്വർണം. നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രലോഭനമാണ് ഇത് തന്നെ. മോഷ്ടിക്കാനുള്ള ഒരു ത്വരയുണ്ട്. ഓക്കെ, എല്ലാവർക്കും ഉണ്ട്. താല്പര്യങ്ങൾ നോക്കി, നമുക്ക് സ്വർണം താല്പര്യമാണ്, വെള്ളി താല്പര്യമാണ്, വസ്ത്രം താല്പര്യമാണ്. ആഖാൻ എടുത്തത് ഈ 3 സാധനമാണ്. നിങ്ങളുടെ ജീൻ വാൽജീന്റെ കഥയിൽ പറയണ പോലെ ബ്രെഡോ അങ്ങനെ ഒന്നുമല്ല എടുത്തത്, മറിച്ച് അവനെടുത്തത് മുഴുവൻ തീറ്റ സാധനങ്ങളൊന്നുമല്ല, ബേസിക് നീഡ്സും അല്ല, മറിച്ച് വസ്ത്രവും. അത് രാജാവിന്റെ മേലങ്കിയാണ് സത്യത്തിൽ. മേലങ്കിയും വെള്ളിയും വെള്ളിക്കട്ടിയും സ്വർണ്ണക്കട്ടിയൊക്കെയാണ് അവൻ എടുത്തത്. ഇതാണ് അവൻ വീട്ടിൽ കൊണ്ടുവന്ന് കുഴിച്ചിട്ടത്. അപ്പോൾ ഇത് അവൻ ഏറ്റുപറയുന്നു. ഏറ്റുപറഞ്ഞിട്ട് അവനെ അവർ ശിക്ഷിക്കാതിരിക്കുന്നില്ല. ക്രിസ്തു ആണെങ്കിൽ ഏറ്റുപറഞ്ഞാൽ മാത്രം മതിയായിരുന്നു. ഇവർ പറയുക പോലും വേണ്ട. അവന്റെ ഹൃദയത്തിലേക്ക് നോക്കിയിട്ട് ഈശോ അത് കണ്ടുപിടിച്ചേനെ, അവന്റെ മനസ്താപം. പക്ഷെ ഇവര് ഏറ്റുപറഞ്ഞിട്ടും പട്ടണത്തിന് വെളിയിൽ കൊണ്ടുപോയി ആ കുടുംബസമേതം അവരെ കത്തിച്ചു കളയുകയാണ്. നോക്കി. അപ്പോ ക്രിസ്തുവിലേക്ക് പഴയ നിയമം എത്തുന്നില്ല. പക്ഷെ പുതിയ നിയമം നമ്മളൊക്കെ എത്തിയവരാണ്. നമ്മുടെ ജീവിത ശൈലികളിൽ ഈ നഷ്ടപ്പെട്ടതിനെ തേടുന്ന അനുഭവം. അതുകൊണ്ട് ഈശോയില് 100 ആടിനെ വിട്ടിട്ട് 100 ആടിൽ 1 നഷ്ടപ്പെട്ടപ്പോൾ 1നെ അന്വേഷിച്ചു പോകുന്ന ഒരു ക്രിസ്തുവൊക്കെ ഉണ്ട്. ഇവിടെയാണ് നമുക്ക് ഓക്കെ. ഈ ആഖാന്റെ ഒരു പ്രശ്നം, ആഖാൻ പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഈ ആഖാൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ കണ്ടു. 7-ാം അധ്യായം 21-ാമത്തെ വാക്യം നിങ്ങൾ നോക്കുക. അതിന്റെ അവസാനമാണ്. 50 ഷെക്കൽ തൂക്കമുള്ള ഒരു സ്വർണ്ണക്കട്ടിയും ഞാൻ കണ്ടു, മോഹം തോന്നി, ഞാൻ അവ എടുത്തു. ഐ സോ, ഐ കവറ്റഡ്, ഐ ടുക്ക്. 3 വാക്കുകളാണ് അവിടെ പറയുന്നത്. ഞാൻ കണ്ടു, എനിക്ക് മോഹം തോന്നി, ഞാൻ അവ എടുത്തു. ഓക്കെ, ഇത് നമ്മളെല്ലാവരും ആത്മീയമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാഴ്ചകളാണ് പലപ്പോഴും മോഹത്തിലേക്ക് കൊണ്ടുപോകുന്നത്. കാഴ്ചകൾ. പഴയമ ആരംഭിക്കുന്നതിന് അതും പറഞ്ഞിട്ടാണ്. ഹവ്വ, അവൾ കണ്ടത് അത് ആകർഷകമാണെന്ന് തോന്നി, അല്ലെ? ദാവീദ്, അവനൊരു കുളിസീനാണ് കാണുന്നത്, അത് ആകർഷകമായിട്ട് തോന്നി, പാപത്തിലേക്ക് വീഴുന്നു. ഈവൻ യൂദാസിന് പോലും ആകർഷകമായിട്ട് തോന്നിയിട്ടുണ്ടോ? ഏത്? വെള്ളിക്കാശ്. അവൻ വീഴുന്നു. ഈ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണ്? നമുക്ക് കാണുന്നത് പ്രശ്നമല്ല കേട്ടോ. നമുക്ക് ചില കാര്യങ്ങളൊക്കെ കാണുന്നത്, അത് വീഡിയോസ് ആകാം, അല്ലെങ്കിൽ മറ്റൊത്തിരി കാര്യങ്ങൾ കാഴ്ചക്ക് നമ്മളെ സഹായിക്കുന്നുണ്ട്. കാഴ്ച എനിക്കതൊരു മോഹത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ? അതുകൊണ്ടാണ് കൽപ്പനകൾ, അന്യന്റെ വസ്തു മോഹിക്കരുത്, അന്യന്റെ ഭാര്യയെ മോഹിക്കരുത്, പ്രമാണങ്ങൾ പോലെ അങ്ങനെ വരുന്നുണ്ട്. ആരോ പാടിയതുപോലെ, എന്നില് സ്വപ്നം നമ്മിൽ മോഹം നൽകി, അല്ലെ, പ്രായം നമ്മിൽ സ്വപ്നം, അങ്ങനെയൊക്കെ പറയും. നിറം സിനിമയിലൊക്കെ പാടുന്നത് കണ്ടിട്ടില്ലേ? ഓക്കെ, അപ്പോ ഈ ഞാൻ കണ്ടത് എനിക്ക് മോഹമായിട്ട് മാറുന്നുണ്ടോ? മോഹമായിട്ട് മാറിയാൽ ഞാൻ എങ്ങനെയെങ്കിലും അത് കൈപ്പറ്റാൻ. കണ്ടു എന്നതുകൊണ്ട് പ്രശ്നമില്ല. നിങ്ങൾ കണ്ടു എന്ന് പറഞ്ഞ ആരും കുമ്പസാരിക്കരുത്. പക്ഷെ അത് എന്നിലൊരു മോഹമായിട്ട് അവശേഷിക്കുന്നുണ്ടോ? മോഹം വന്നാല് മനസ്സ് നമ്മളെ കൊണ്ട് അത് എങ്ങനെയെങ്കിലും കൈപ്പിടിയില അത് നേടിയെടുക്കാനായിട്ട് നമ്മളെ ദാവീദിന്റെ പാപം നോക്കി. ഉറിയ, അവന് ഏത് വിധേന ഉറിയായെ നശിപ്പിച്ചിട്ട് മോഹിച്ചതിനെ കൈപ്പറ്റുകയാണ്, കയ്യില് സ്വന്തമാക്കുകയാണ്. അപ്പോ ഇന്നോളം മനുഷ്യന്റെ ജീവിതത്തിലെ പതനങ്ങള് കാഴ്ചകൾ മാത്രമല്ല, കാഴ്ചയിലൂടെ മോഹം നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഈ ഒരു തലം. അപ്പോ ആഖാന്റെ പാപം അതായിരുന്നു സത്യത്തിൽ. അവന്റെ കാഴ്ചകൾ അവനെ മോഹത്തിലേക്ക് കൊണ്ടുപോയി. മോഹമത് ചിലർക്കെങ്കിലും മോഷണം ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. ഡയാന രാജകുമാരിയെ പറ്റിയൊക്കെ പറയുന്നത് പണമില്ലാഞ്ഞിട്ടാണോ, സാധനങ്ങൾ ഇല്ലാഞ്ഞിട്ടാണോ, അല്ലെ? പക്ഷെ എന്തെങ്കിലും മോഷ്ടിച്ചെടുക്കണം, അപ്പോഴാണ് ഒരു സുഖം കിട്ടുള്ളൂ. പുള്ളി ഏത് കടകളിൽ കയറി എന്തെങ്കിലും ഒരു സാധനം മോഷ്ടിക്കും. ക്ലിപ്റ്റോമാനിയ എന്നൊക്കെ പറയും. അങ്ങനെ ഒരു സാധനം മോഷ്ടിക്കും. ചിലരെ കണ്ടിട്ടില്ല, കാണുമ്പോൾ ഭയങ്കര രസകരമാണ്. പക്ഷെ അവര് എന്തെങ്കിലും ഒരു മോഷണം നടത്തിയിരിക്കും. നമുക്ക് മോഷ്ടിക്കുന്ന പല രീതികളുണ്ട്, സ്റ്റാൻഡേർഡ് രീതികളൊക്കെ ഉണ്ട് മോഷ്ടിക്കാനായിട്ട്. നിങ്ങളുടെയൊക്കെ ജീവിതത്തില് മോഷണം എന്നുള്ളത് ഒരു പ്രലോഭനമായിട്ടൊക്കെ വരുന്നുണ്ടോ? അത് കിട്ടണം, എനിക്ക് അത് വേണം, അല്ലെ? ഞാനിത് നിങ്ങളുടെ ധാർമ്മിക ജീവിതമായിട്ട് ബന്ധപ്പെട്ട് വെറുതെ ഒരു ചോദ്യം തരുന്നതാണ്. ഇനി ഇതാരും ഷെയർ ചെയ്യാനൊന്നും വരണ്ട മോഷണത്തെ പറ്റിയൊന്നും. ഞാൻ പറഞ്ഞത് ഈ ഒരുപക്ഷെ അവന്റെ അന്ത്യം, മോഷ്ടാക്കളുടെ എല്ലാം അന്ത്യം എന്താണ്?
what are you going to transfer to the or transmit to the next generation through your deed, word, action, or നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ അത് ശുഭകരമായിരിക്കുമോ? അങ്ങനെ ഒരു അഷുറൻസ് നിങ്ങൾക്കുണ്ടോ? ഇല്ലെങ്കിൽ ദിസ് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി, ഇതൊരു അവസരമാണ്. രണ്ടാമതേ നമ്മൾ പറഞ്ഞത് ക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തപ്പെടുന്ന എന്താ പറയാ, ദൈവത്തിന്റെ പദ്ധതി, രക്ഷയുടെ പദ്ധതി, സാൽവിഫിക് പ്ലാൻ എന്ന് പറയും, ഗോഡ്സ് പ്ലാൻ ഫോർ ഹ്യൂമാനിറ്റി. അത് ഒരു പക്ഷേ ഞാൻ അത് അനുഭവിച്ചിട്ടും എനിക്ക് മറ്റു മതങ്ങളിലോ അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളിലാണ് ഇപ്പോഴും ഞാൻ ആശ്രയിക്കുന്നത്. അതൊന്ന് കാതലായൊരു ചോദ്യമാണ്. ഇപ്പോഴും എനിക്ക് അന്ധവിശ്വാസങ്ങളാണോ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത്, അതെയോ ക്രിസ്തുവിലുള്ള ആഴമുള്ള വിശ്വാസമാണോ? അവസാനത്തേത്, എൻ്റെ കാഴ്ചകൾ മോഹമായിട്ട് എന്നിലേക്ക് മാറിയിട്ടുണ്ടോ? മോഹമുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അതിനുവേണ്ട ഉപാധികൾ, എൻ്റെ കൈ ചലിക്കും, എൻ്റെ കാലുകൾ ചലിക്കും, അത് ഞാൻ വെട്ടിപ്പിടിച്ചിരിക്കും. അത് പലരുടെയും പതനത്തിന് കാരണമായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ ഫാമിലിയോട് പൂർത്തീകരിക്കും. എന്താ വെച്ചാൽ നമ്മളുടെ വേറെ പ്രതീക്ഷ പോലെ തന്നെ അച്ഛൻ വളരെ നമ്മുടെ അനുദിന ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഇന്നത്തെ ഈ സെഷൻ ചെയ്തത്. നമുക്കറിയാം, നമ്മൾ ഇന്ന് വളരെയധികം പേര് ഷെയറിങ് നടത്തുകയുണ്ടായി. അപ്പൊ വളരെ സന്തോഷമുണ്ട് ഇന്നത്തെ ഫാമിലി ഓറിൽ പങ്കെടുത്ത എല്ലാവരും വളരെ നന്നായി പങ്കെടുത്തതിൽ. അപ്പൊ ഇന്ന് നമ്മുടെ ഈ പ്രോഗ്രാമിന് നന്ദി പറയാനായിട്ട് നമ്മുടെ വല്ലം ഫൊറാനയുടെ MCC അസിസ്റ്റന്റ് കോർഡിനേറ്റർ ആയിട്ടുള്ള വർഗീസ് അൽഫോൻസ് ദമ്പതികളെ പ്രത്യേകം ക്ഷണിക്കുകയാണ്. സ്നേഹം നിറഞ്ഞ ജോസഫ് മളവാളനച്ച, MCC അംഗങ്ങളെ, ജോർജ് ജോസ്ലിൻ ദമ്പതിയാണ് ഈ കൂട്ടായ്മയിൽ നമുക്ക് സ്വാഗതം പറഞ്ഞത്. ഈ ദമ്പതി അവരുടെ റോള് വളരെ കൃത്യമായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. ഫാമിലി അവരൊക്കെ എല്ലാവരും അറിഞ്ഞോ എന്നുള്ളതൊക്കെ വിളിച്ച് പല പ്രാവശ്യവും സാറ് ചോദിച്ചതാണ്. അവർക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ പ്രാരംഭ പ്രാർത്ഥന നയിച്ചത് നമ്മുടെ ജോർജ് ജോസി ദമ്പതി, അവര് മൂഴിക്കുളം ഫൊറോന കോർഡിനേറ്റർ ദമ്പതിയാണ്. അവരും വളരെ വിശുദ്ധമായിട്ട് ഈ പ്രാരംഭ പ്രാർത്ഥന ഇവിടെ നയിച്ചു. അവർക്കും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ മണവാളൻ അച്ഛൻ്റെ ഈ എല്ലാ മാസവുമുള്ള ഈ ഫാമിലി അവർ നമുക്ക് വളരെ തീഷ്ണത തരുന്ന ഒരു ഫാമിലി അവർ തന്നെയാണ്. ഇപ്പൊ അച്ഛൻ ഇന്ന് ക്ലാസ് എടുത്തതൊക്കെ നമുക്കൊരു ചോദ്യചിഹ്നമായിട്ട് കിടക്കാണ്. അടുത്ത ജനറേഷനിലേക്ക് നമുക്ക് എന്തെങ്കിലും കൈമാറാനായിട്ട് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം നമുക്കൊക്കെ ഒരു ചോദ്യചിഹ്നമാണ്. അത് ആ ചോദ്യം വന്നപ്പോഴാണ് അയ്യോ ശരിയാണല്ലോ എന്നുള്ളത്. പക്ഷെ തീർച്ചയായിട്ടും നമുക്ക് ഈ MCCയിൽ ഇത്രയും വർഷമൊക്കെ പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോ അതൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അച്ഛാ. അത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഫാമിലി അവർ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രത്യേക അനുഗ്രഹപ്രദമാണ്. ഈ വക അവറുകളിൽ കൂടിയൊക്കെയാണ് ഞങ്ങൾക്ക് ഈ വക കഴിവുകളൊക്കെ കിട്ടിയേക്കണേ. അതുകൊണ്ട് അച്ഛന് പ്രത്യേകമായിട്ട് ഞങ്ങള് നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. പിന്നെ MCC ഇത് പങ്കെടുത്ത എല്ലാ MCC അംഗങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി പറഞ്ഞ വർഗീസ് അൽഫോൻസ് ചേച്ചിയും പ്രത്യേകം നന്ദി പറയുന്നു. അച്ഛൻ സമാപന ആശീർവാദത്തിനായിട്ട് ക്ഷണിക്കുന്നു. ഓക്കെ, ദൈവമേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, ക്രിസ്തുവിനെ ആഴത്തിൽ അനുഭവിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തു ഭാവങ്ങളും വ്യക്തിത്വ രൂപീകരണവും ഒക്കെ നടക്കുവാനും ഈ ഒരു ഫാമിലി അവർ ഞങ്ങളെ സഹായിക്കട്ടെ. ഇങ്ങനെയുള്ള ഞങ്ങളുടെ എല്ലാ പരിശീലനങ്ങളും ഈ ഭൂമിയിൽ ക്രിസ്തുവിനെ അറിയിക്കുക, മറ്റുള്ളവരിൽ ചെല്ലുവാനുള്ള വഴികളായിട്ട് ഞങ്ങളെ മാറ്റണം. ഇന്ന് സഹകരിച്ച എല്ലാ ദമ്പതികളെയും കൃപയാർന്ന് സഹായിക്കണമേ. ഇതിനെ അധ്വാനിച്ചവരെയും നേതൃത്വം കൊടുത്തവരെയും അനുഗ്രഹിക്കണം. നമ്മുടെ കർത്താവിന്റെ കൃപയും പിതാവാധിപതിന്റെ സ്നേഹവും പരിശുദ്ധാത്മാനസവാസവും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാവർക്കും ശുഭരാത്രി. ഗുഡ് നൈറ്റ്.